കഥ തുടരുന്നു. കർണൻ പിടിവിട്ടപ്പോൾ ഡിവൈഎസ്പി ഗോപിനാഥ് റോഡിലേക്ക് വീണു. മണിവേലു വന്ന് അയാളെ വലിച്ചുയർത്തി. സാറ് സൂക്ഷിച്ച് ജീപ്പിലേക്ക് കയറിയാട്ടെ. കുനിഞ്ഞ ശിരസ്സോടെ ഗോപിനാഥ് ജീപ്പിൽ കയറിയിരുന്നു. മണിവേലു തുടർന്നു. ഇവിടെ ഇങ്ങനെയൊന്നും നടന്നത് നമ്മൾ 3 പേർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനി അത് കൂടുതൽ ആളുകളെ അറിയിക്കണമെന്നും നാണം കെടണമെന്നും ഉണ്ടെങ്കിൽ സാറിനാവാം. പക്ഷേ ഇതെങ്ങാനും മനസ്സിൽ വെച്ചോണ്ട് ഇനി ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഒരുപാട് കാലം ജീവിക്കണമെന്ന ആശ മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ നാരിപ്പുഴുത്ത ശരീരം ഏതെങ്കിലും വൃത്തികെട്ട ഓടയിൽ കിടക്കുന്നത് അവർക്കും കൂടി മാനക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. ആ വാക്കുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഭീഷണിയുടെ ശബ്ദം മനസ്സിലായെങ്കിലും ഗോപിനാഥ് പ്രതികരിച്ചില്ല. ഞങ്ങൾ കാർ മാറ്റിത്തരാം, സാർ പോയട്ടെ. അവർ ഇരുവരും റോൾസ് റോയ്സിൽ കയറി അത് പിന്നോട്ടെടുത്തു. ഒരു വീടിൻ്റെ ഗേറ്റിനോട് ചേർന്നുള്ള വീതിയേറിയ ഭാഗത്ത് ഒതുക്കിയിട്ടു. ഗോപിനാഥ് ജീപ്പിൽ കയറി സ്ഥലം വിട്ടു. ഇതുകൊണ്ട് അവന് തൃപ്തിയായി കാണും അല്ലേ? കർണൻ മണിവേലുവിനെ നോക്കി. പിന്നല്ലാതെ, ഇത് തന്നെ ധാരാളം. ഇനി നമുക്ക് എക്സൈസ് മന്ത്രി രാജപ്പനൊന്ന് കാണണമല്ലോ. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. അധികം വൈകാതെ തന്നെ അത് വേണം. ശരി. ഇന്നു മുതൽ നമ്മുടെ ആളുകളുടെ നിരീക്ഷണത്തിലായിരിക്കണം അയാൾ. മാത്രമല്ല, അയാളുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട നമ്മുടെ ആളുകളുടെ മന്ത്രിയുടെ ഒരാഴ്ചത്തെ പരിപാടികളുടെ ചാർട്ട് വാങ്ങണം. ഒന്നും കർണൻ അറിയണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. താൻ തൽക്കാലം ആശുപത്രിയിലേക്ക് ചെല്ല്. കാർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. ഒരാഴ്ച കഴിഞ്ഞു. പത്തനംതിട്ടയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എക്സൈസ് മിനിസ്റ്റർ രാജപ്പൻ രാത്രിയിൽ അവിടെയെങ്ങും തങ്ങാതെ നേരെ കുളനട TBയിൽ ആണെത്തിയത്. മന്ത്രി അവിടെ എത്തുന്ന കാര്യം TBയിലെ ജോലിക്കാർ പുറത്തു വിടരുതെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നതിനാൽ ഇക്കാര്യം ആരും അറിഞ്ഞില്ല. പോലീസ് അകപ്പടിയില്ലാതെ തന്നെ മന്ത്രി TBയിലെത്തി. വിഭവസമൃദ്ധമായ അത്താഴ കഴിച്ച് തൻ്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു മാരുതി വാൻ TBക്ക് മുന്നിൽ ബ്രേക്കിട്ടു. അതിൽ നിന്ന് ചെറുപ്പക്കാരനായ ഒരാൾ ഇറങ്ങി. മുണ്ടും ഷർട്ടും വേഷം, കയ്യിലും കഴുത്തിലും കട്ടി ചെയിൻ, ആകെ കൂടി ഒരു ബിസിനസ്സുകാരൻ്റെ ഭാവം. അയാളെ ആരും തടഞ്ഞില്ല. മന്ത്രിയുടെ മുറിയുടെ വാതിൽ 2 തവണ അയാൾ തട്ടി. വാതിൽ തുറന്നു. അയാൾ അകത്ത് കടന്നയുടനെ PA പുറത്തിറങ്ങി. മുറിക്കുള്ളിൽ മന്ത്രിയും അയാളും മാത്രം. മൂർത്തി സാർ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഉവ്വ്, അതല്ലേ ഞാൻ ഇവിടെ തന്നെ വന്ന് തങ്ങിയത്. മന്ത്രി ചിരിച്ചു. എങ്കിൽ നമുക്ക് പുറപ്പെടാം. ശരി. മന്ത്രിയും എണീറ്റു. പെട്ടെന്ന് ഇടനാഴിയിലെയും പുറത്തെയും ലൈറ്റുകൾ അടഞ്ഞു. ഇരുളിലൂടെ തന്നെ അവർ ഇരുവരും വന്ന് മാരുതി വാനിൽ കയറി. വാൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പാഞ്ഞ ഉടനെ TBയിൽ ലൈറ്റുകൾ തെളിയുകയും ചെയ്തു. കുളനട ജംഗ്ഷനിൽ ഇറങ്ങിയ വാൻ വലത്തേക്ക് തിരിഞ്ഞ് സ്റ്റേറ്റ് ഹൈവേയിലൂടെ ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോയി. 10 മിനിറ്റിനുള്ളിൽ കാരക്കാട് ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് നേരെ പടിഞ്ഞാറേക്ക്. 15 മിനിറ്റ് കഴിഞ്ഞ് കാണും. കുന്നിൻ്റെ അടിവാരത്തുള്ള മനോഹരമായ ഒരു നില വീടിൻ്റെ പോർച്ചിൽ വാൻ നിന്നു. ആ കെട്ടിടത്തിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. മുറ്റത്ത് മുന്തിയ തരം 2-3 കാറുകൾ കിടന്നിരുന്നു. വാൻ അവിടെ എത്തിയതും പുറത്തെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. വരൂ സാർ. ചെറുപ്പക്കാരൻ മന്ത്രിയെയും കൂട്ടി അകത്തേക്ക് പോയി. വാതിൽ തുറന്നടഞ്ഞു. പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞു. ഒരു വലിയ ഹാളിലാണ് അവർ എത്തിയത്. അവിടെ ഇരുന്ന് 3 പേർ പെട്ടെന്ന് എഴുന്നേറ്റു. മന്ത്രിക്ക് നേരെ കൈകൂപ്പി. മന്ത്രി രാജപ്പൻ വെളുക്കെ ചിരിച്ചു. നിങ്ങളൊക്കെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായോ? ചോദിക്കുന്നതിനിടയിൽ അയാൾ ഇരുന്നു. ദൈവം പ്രത്യക്ഷപ്പെടുമെങ്കിൽ കാത്തുനിൽപ്പ് ഭക്തർക്ക് മുഷിപ്പ് ഉണ്ടാക്കുമോ സാർ? അയാളുടെ മറുപടി ചോദ്യം രാജപ്പന് വല്ലാതെ അങ്ങ് സൂചിച്ചു. അവിടെ കാത്തിരുന്ന 3 പേരെയും ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ബിസിനസ്സുകാരനാണെന്ന്. മന്ത്രി അവരുമായി കുശല പ്രശ്നങ്ങൾ നടത്തി. അതിനിടെ തീന്മേശയിൽ വിഭവങ്ങൾ നിരന്നു കഴിഞ്ഞിരുന്നു. തിന്നാനും കുടിക്കാനുമുള്ളത്. നമുക്കെന്നാൽ അങ്ങോട്ടിരിക്കാം സാർ. ചെറുപ്പക്കാരൻ ക്ഷണിച്ചു. ഇവിടെ ആരും ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ? മന്ത്രിക്ക് സംശയം. എവിടെന്ന്? ഈ വീട് പണിതിട്ട് ഇതുവരെയും താമസം പോലും ആയിട്ടില്ല. ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെയൊന്ന് കൂടും, അത്ര തന്നെ. ചുറ്റും ഉയർന്ന മതിലുണ്ട്. ഞങ്ങളുടെ അനുവാദം കൂടാതെ ഒരു ഈച്ച പോലും അകത്ത് പ്രവേശിക്കത്തുമില്ല. 3 പേരിൽ ഒരാളാണെന്ന് പറഞ്ഞത്. എല്ലാവരും തീന്മേശയ്ക്കരികിലെത്തി. ഇത് സെർവ് ചെയ്യാൻ ആളില്ലേ? മന്ത്രി ചിരിച്ചു. ഉണ്ട്, പക്ഷേ സാറ് ഒരു ഉറപ്പ് കൊടുക്കാതെ വരില്ലെന്ന് വാശി പിടിച്ച് അപ്പുറത്തെ മുറിയിൽ ഇരിക്കുകയാണ്. ചെറുപ്പക്കാരൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കണ്ണിറക്കി. അതാരാ? എന്തുറപ്പാണ് വേണ്ടത്? കൊടുക്കാമല്ലോ. നമ്മുടെ ആളാണെങ്കിൽ എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ ഞാൻ ഒരുക്കമാ. കാര്യം മനസ്സിലാക്കി മന്ത്രിയും ഉറക്കെ തന്നെ പറഞ്ഞു. ജോസേ, നീ പോയി ഇങ്ങോ വിളിച്ചോട്ടുവാ. മൂവരിൽ പ്രായമുള്ള ആൾ മന്ത്രിയെ അങ്ങോട്ട് കൊണ്ടുവന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. അയാൾ ഉടനെ അടുത്ത മുറിയിലേക്ക് പോയി ചാരിയിട്ടിരുന്ന വാതിൽ തള്ളി തുറന്നു. അവിടെ കിടക്കയിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ടായിരുന്നു. കാണാൻ ചന്തമുള്ള വെളുത്തു കൊലുങ്ങനെയുള്ള കുട്ടി. ആരും അവളെ ഒന്ന് നോക്കിപ്പോകും, അത്രയ്ക്കാണ് ആകാരവടിവ്. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ? ജോസ് അവളോട് ചോദിച്ചു. വിടർന്ന കണ്ണുകളിൽ സന്ദേഹമുണ്ടായിരുന്നെങ്കിലും അവൾ തലകുലുക്കി. എങ്കിൽ വാ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, കാരുണ്യവാനാണ്. മനസ്സ് വെച്ചാൽ നിന്നെ എത്രത്തോളം ഉയരത്തിൽ എത്തിക്കാൻ കഴിയുമോ അത്രത്തോളം എത്തിക്കും. അയാൾ തന്നെയാണ് അവളുടെ കൈക്ക് പിടിച്ച് മന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത്. മന്ത്രി അത്ഭുതത്തോടെ അവളെ നോക്കി. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ അയാൾ പ്രതീക്ഷിച്ചിരുന്നതേയില്ല എന്ന് വ്യക്തം.
വാ മോളെ, ഇങ്ങടുത്തു വാ, മന്ത്രി മാമൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് അരയിലൂടെ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് അയാൾ തലയുയർത്തി ആ മുഖത്തേക്ക് നോക്കി. മോളുടെ പേരെന്താ? അരുമയോടെ അവളെ തഴുകുന്നതിനിടയിൽ അയാൾ തിരക്കി. ജാൻസി. അവളുടെ ചുണ്ടുകൾ വിറച്ചു. ഇങ്ങനെ ഇയാൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നതും ഒരു പാവകണക്കെ അനുസരിക്കേണ്ടി വരുന്നതുമൊക്കെ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിലും അതിനായി വിധിക്കപ്പെട്ടവളുടെ നിസ്സഹായാവസ്ഥയുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. അവളെ പിടിവിടാതെ തന്നെ മന്ത്രി മദ്യക്കുപ്പിയെടുത്ത് അതിൻ്റെ ലേബൽ ശ്രദ്ധിച്ചിട്ട് മുന്നിലിരുന്നവരെ നോക്കി. ഒറിജിനലാണല്ലോ? അതെ സാറേ, 300 വർഷം മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്ന സാധനമാണെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ ലേബൽ ഒട്ടിക്കുന്നത് നമ്മൾ കുടിക്കുമോ? മന്ത്രി ആ കുപ്പി ജാൻസിയുടെ കയ്യിൽ കൊടുത്തു. നിന്റെ കൈകൊണ്ട് തന്നെയാകട്ടെ ഇന്നത്തെ തുടക്കം. അവൾക്ക് പക്ഷേ ആ കുപ്പി തുറക്കാനായില്ല. അവസാനം ജോസ് വാങ്ങി തുറന്നു കൊടുത്തു. വിറയ്ക്കുന്ന കൈയാൽ അവൾ ആ മദ്യം ഗ്ലാസ്സിലേക്ക് വീഴ്ത്തി. മന്ത്രി കൗതുകത്തോടെ അവളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു. ജോസ് പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ് അവൾ മദ്യത്തിൽ ഐസ് ക്യൂബുകൾ ഇട്ടതും സോഡ കലർത്തിയതുമെല്ലാം. അവസാനം ഗ്ലാസ് എടുത്ത് മന്ത്രിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. മിടുക്കി. അയാൾ അവളുടെ പിന്നിൽ തട്ടി. ദൈന്യതയോടെ അവൾ ജോസിനെ നോക്കി. അയാൾ കണ്ണിറക്കി കാണിച്ചു. ആട്ടെ, ഇനി പറ, എന്താ ജാൻസിക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഹൃദയം വേണേലും പറിച്ചു കൊടുക്കും ഞാൻ. ഒരിറക്ക് മദ്യം അകത്താക്കിയിട്ട് അയാൾ തിരക്കി. ജാൻസിക്ക് ഞാൻ ഹൃദയം പറിച്ചു തരണോ? മറുപടി പറഞ്ഞത് മൂവരിൽ രണ്ടാമനാണ്. അതിനു മുമ്പ് ഈ കുട്ടിയെക്കുറിച്ച് എനിക്കിത്തിരി പറയാനുണ്ട് സാർ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. അവളെ പിടിവിടാതെ മന്ത്രി മുന്നോട്ടാഞ്ഞിരുന്നു. അയാൾ തുടർന്നു. നമ്മുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവളുടെ അപ്പൻ. കഴിഞ്ഞ ഇലക്ഷന് ഈ മണ്ഡലത്തിൽ നമ്മൾ ജയിക്കാൻ ഒരു കാരണം കൂടിയാണ് ഇവളുടെ അപ്പൻ. ആ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ മന്ത്രി നെറ്റിച്ചുളിച്ചു. അയാൾ വ്യക്തമാക്കി. പ്രചരണ സമയത്ത് എതിർപക്ഷക്കാർ ഇവളുടെ അപ്പനെ വെട്ടിക്കൊന്നു. ആ സഹതാപം ജനങ്ങൾ നമുക്ക് വോട്ടുകളാക്കി തരികയും ചെയ്തു. മനസ്സിലായ മട്ടിൽ മന്ത്രി തലകുലുക്കി. ആ സംഭവം കഴിഞ്ഞതോടെ ഇവളുടെ കുടുംബം ആകെ തകർന്നു. മൂത്തത് ഇവളാ. ഇനിയുണ്ട് ഇവൾക്ക് ഇളയത് 3 പേർ. തള്ളയാണെങ്കിൽ കഴിഞ്ഞാഴ്ച ഒരു ചക്ക വീണ് നടുവൊടിഞ്ഞ് കിടപ്പിലുമായി. ആ, പറയാൻ മറന്നു, നമ്മുടെ ഈ ജോസിൻ്റെ ഒരു ബന്ധു കൂടിയാണിവൾ. അതെയോ എന്ന് അത്ഭുതം ഭാവിച്ച് ചോദിച്ചുകൊണ്ട് മന്ത്രി അവളെ തന്നിലേക്ക് ഒന്നുകൂടി അമർത്തിയിട്ട് ഗ്ലാസ്സിലെ മദ്യം ഊറ്റിക്കുടിച്ചു. മന്ത്രിയുടെ മുന്നിലിരുന്ന ഗ്ലാസുകൾ പലതവണ നിറയുകയും ഒഴിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും കൂടുതൽ അസ്വസ്ഥയാകുകയായിരുന്നു ജാൻസി. അതിനിടെ ജോസാണ് അവളുടെ ബാക്കി കാര്യങ്ങൾ മന്ത്രി രാജപ്പന് മുന്നിൽ അവതരിപ്പിച്ചത്. ഏതായാലും ഇവളും വീട്ടുകാരും എൻ്റെ ബന്ധുവായി പോയില്ലേ സാർ. ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളാൽ കഴിയും വിധം സഹായിക്കാതിരിക്കുന്നത് ശരിയാണോ? അല്ല, ഒരിക്കലുമല്ല. മന്ത്രി തലയാട്ടി. അതിനിടെ മുഖമുയർത്തി ആർത്തിയോടെ അവളെ ഒന്ന് നോക്കി. അപ്പോഴാണ് എനിക്ക് ബുദ്ധി തോന്നിയത്. സാറ് ഇന്നിവിടെ വരുന്നു. ഇവളെ പരിചയപ്പെടുത്തിയാൽ. സാറിനാണെങ്കിൽ എല്ലായിടത്തും നല്ല പിടിപാടുമുണ്ട്. ഇവൾക്ക് എന്തെങ്കിലും ഒരു ജോലി, അല്ലെങ്കിൽ ഏതെങ്കിലും TV സീരിയലിൽ ഒരു ചാൻസെങ്കിലും. ഇവളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകത്തിലും മറ്റും അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് നൃത്തവും പഠിച്ചിട്ടുണ്ട്. അതെയോ? രാജപ്പൻ അത്ഭുതം കൂറി. എങ്കിലിനി ഒന്നും ചിന്തിക്കണ്ട. ഈ ജാൻസിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നെ തീറ്റയും കുടിയുമായിരുന്നു. മനസ്സില്ലാതെയാണെങ്കിലും ജാൻസിയാണ് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തത്. ഇടയ്ക്ക് എന്തെങ്കിലും ചിന്തിച്ച് നിൽക്കുകയാണെങ്കിൽ ഉടനെ ജോസ് കണ്ണുരുട്ടും. അതോടെ അവൾ വീണ്ടും ഒരു യന്ത്രത്തെ പോലെ ചലിക്കുകയായി. സമയം കടന്നുപോയി. തീറ്റയും കൂടി അവസാനിച്ചു. അതിനിടെ അവിടെയുണ്ടായിരുന്ന 3 ബിസിനസ്സുകാരും അടുത്തിടെ ഭരണപക്ഷത്ത് ഉണ്ടാകാൻ പോകുന്ന മദ്യനയത്തിൽ തങ്ങൾക്ക് അനുകൂലമായത് പലതും ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു. മന്ത്രി എണീറ്റ് കൈ കഴുകി. ഞങ്ങളെ കുറച്ചുകൂടി കഴിഞ്ഞ് എണീക്കുന്നുള്ളൂ സാർ, ജോസ് പറഞ്ഞു. അങ്ങേക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യം ജാൻസിയോട് ചോദിക്കാനുണ്ടെങ്കിൽ? ഉണ്ട്. ജാൻസിയുടെ കഴിവിനനുസരിച്ചുള്ള ജോലിയാണല്ലോ അവൾക്ക് കൊടുക്കേണ്ടത്. അത് നേരാ. അവളുടെ കയ്യിൽ നിന്നും ടവൽ വാങ്ങി കൈ തുടച്ചിട്ട് അയാൾ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി. വാതിൽക്കൽ എത്തിയിട്ട് അവൾ തിരിഞ്ഞ് ജോസിനെ ഒന്ന് നോക്കി. ഒന്നുമില്ലെന്ന ഭാവത്തിൽ അയാൾ കണ്ണിറുക്കി കാണിച്ചു. മുറിക്കുള്ളിൽ കടന്ന മന്ത്രി അവളെ പെട്ടെന്ന് വലിച്ചടുപ്പിച്ച് ആ ചുണ്ടിൽ മുഖം ചേർത്തു. അവളൊന്ന് കുതിരാൻ ഭാവിച്ചു. പക്ഷേ അയാൾ പിടിമുറുക്കി. അയാളുടെ വായിൽ നിന്നടിച്ച മദ്യത്തിൻ്റെ രൂക്ഷഗന്ധത്തിൽ അവൾക്ക് ഓക്കാനം വന്നു. വിട് സാറേ, ഞാനൊരു പാവമാ. രക്ഷിച്ചില്ലേലും എന്നെ ശിക്ഷിക്കല്ലേ. ഒരു വിധത്തിൽ തൻ്റെ തല പിൻവലിക്കുന്നതിനിടയിൽ അവൾ അപേക്ഷിച്ചു. ശിക്ഷിക്കാനോ? നിന്നെയോ? ഞാൻ നിന്നെ രക്ഷിക്കാനല്ലേ പോകുന്നത്. നീ ഒന്ന് മനസ്സറിഞ്ഞ് നിന്ന് തന്നാൽ ചോദിക്കുന്നത് എന്തും തരൂ ഞാൻ. അയാൾ തിടുക്കത്തിൽ അവളുടെ ശരീരം ഞെക്കിയമർത്തി തടവാൻ തുടങ്ങി. ജാൻസി പുളഞ്ഞ് നിലവിളിക്കാൻ ഭാവിച്ചു. വേണ്ട സാർ, ഗതികേട് കൊണ്ടാണ് വന്നത്. പിന്നെ അവർ കുറച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രക്ഷിക്കണം സാർ. ഇന്ന് വരെ ആളുകളെ കൊണ്ട് പിഴയൊന്നും പറയിപ്പിച്ചിട്ടില്ല. ഒന്നും നശിപ്പിക്കാതെ എന്നെ മടക്കി അയക്കണം സാർ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാനുള്ള ക്ഷമയില്ലായിരുന്നു എക്സൈസ് മന്ത്രിക്ക്. എത്രയും വേഗം ആ പെൺകുട്ടിയെ കശക്കി ഞെരിക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു അയാൾക്ക്. പരുന്തിന് കോഴിക്കുഞ്ഞിനെ സ്നേഹിക്കാൻ അറിയില്ലല്ലോ, കൊത്തി കീറാനല്ലേ അറിയൂ. അയാൾ അവളെ എടുത്ത് കിടക്കയിലേക്കിട്ടു. ജോസച്ചായ, അവൾ നിലവിളിച്ചു. അവളിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. തീന്മേശയ്ക്കരികിൽ നിന്ന് ജോസ് ചാടി എണീറ്റു.
നീ അവിടെ ഇരിക്കുക ജോസേ, എന്തു വേണമെന്ന് മന്ത്രിക്കറിയാം. മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അയാൾ അവിടെ തന്നെ ഇരുന്നു. പെട്ടെന്ന് പുറത്തെ വാതിലിൽ ആരോ മൃദുവായി തട്ടിയതുപോലെ തോന്നി. അവർ ചുളിഞ്ഞ നെറ്റിയോടെ മുഖം തിരിച്ചു. ഈ സമയത്താരാ? ജോസ് എണീറ്റ് കൈ കഴുകി. ഏയ്, നമുക്ക് വെറുതെ തോന്നിയതാവുമെന്നേ, കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം വീണ്ടും മുട്ടുകേട്ടു. അവർ മൂവരും മുഖാമുഖം നോക്കി. ജോസേ, കരുതൽ വേണേ. അയാൾ പെട്ടെന്ന് കീശയിൽ കൈയിട്ടുകൊണ്ട് വാതിൽക്കലേക്ക് ചെന്നു. ആരാ? അനക്കമില്ല. പീപ്പിംഗ് ഹോളിലൂടെ പുറത്തേക്ക് നോക്കിയിട്ടും ആരുമില്ല. റിവോൾവർ കയ്യിലെടുത്ത് കരുതലോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി. ആരുമില്ല. ജോസ് പുറത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. എന്നാൽ വാതിലിന് മുന്നിൽ തറയിൽ കുറുകെ കിടന്നിരുന്ന ഒരു മനുഷ്യൻ പൊടുന്നനെ മേലേക്കിരുന്നു. ജോസിന്റെ കയ്യിൽ നിന്ന് റിവോൾവർ ഇരുളിലേക്ക് തെറിച്ചുപോയി. അപ്പോഴേക്കും നെഞ്ചിൽ കനത്ത ഒരാഘാതമേറ്റു. അടക്കിയ ഒരു നിലവിളിയോടെ അയാൾ തറയിൽ മലർന്നു വീണു. അത് കണ്ടുകൊണ്ടാണ് തീന്മേശയ്ക്കരികിൽ ഇരുന്നവരെ ചാടി എണീറ്റത്. ജോസേ, മിണ്ടരുത്. അപ്പോഴേക്കും ഒരേ യൂണിഫോം അണിഞ്ഞ ഒരു സംഘം തോക്കുധാരികൾ അകത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവരിൽ 2 പേർ മുന്നോട്ട് നീങ്ങി. ജാൻസിയുമായി മന്ത്രി കയറിയ മുറി തള്ളി തുറന്നു. ആ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുവാൻ ഭാവിക്കുകയായിരുന്ന മന്ത്രി പിന്നിലെ ചലനം അറിഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും തോക്കിൻ കുഴൽ പുറത്ത് അമർന്നു കഴിഞ്ഞിരുന്നു. ആരടാ നീ? മന്ത്രി അലറിയെങ്കിലും ശബ്ദം ചിലമ്പിച്ചു പോയി. എൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നോ? പക്ഷേ അവരിൽ ഒരാൾ മന്ത്രിയെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും പിടിച്ചുയർത്തി വാതിൽക്കിലേക്ക് തള്ളി. തറയിൽ കമിഴ്ന്നു വീണ മന്ത്രി അവിടെ നിന്നും ചാടി എണീറ്റ് പുറത്തേക്ക് ഓടുവാനാണ് ഭാവിച്ചത്. എന്നാൽ അവിടെയും നിൽക്കുന്ന ആ യൂണിഫോംധാരികളെ കണ്ടപ്പോൾ കാലുകൾ തറയിൽ അമർന്നതുപോലെ നിന്നുപോയി അയാൾ. മന്ത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടി അപ്പോൾ ഭിത്തിയിൽ ചാരി നിന്ന് ആശ്വാസത്തോടെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ഇവിടെ എന്തായിരുന്നടാ മന്ത്രിപ്പണി? പെൺപിള്ളേരുടെ ഉടുത്തുണി അഴിക്കലാണോ? അവരിൽ ഒരാൾ പരിഹസിച്ചു. മന്ത്രി തല കുനിച്ചു. അപ്പോൾ അവർക്കിടയിലൂടെ 2 പേർ മന്ത്രിയുടെ മുന്നിലേക്ക് വന്നു. തലയൊന്ന് ഉയർത്തിക്കടാ, തന്നെ ഞങ്ങളൊന്ന് കാണട്ടെ. ആ ശബ്ദം കേട്ട് മന്ത്രി തലയുയർത്തി. കർണൻ, തൊട്ടരികിൽ മണിവേലു. മന്ത്രിയുടെ മുഖത്തു നിന്ന് രക്തമയം മാഞ്ഞുപോയി. പഞ്ഞ കഴിവരു മോനെ. കർണൻ കൈച്ചുരുട്ടി അയാളുടെ മുഖത്തിടിച്ചു. മന്ത്രി പിന്നോട്ട് മലിച്ചപ്പോൾ കർണന്റെ അംഗരക്ഷകൻ താങ്ങി നിർത്തി. വായിൽ ചോരയുടെ രുചിയുണ്ടായപ്പോൾ മന്ത്രി വായി തുറന്നു. അപ്പോൾ തുപ്പൽ കലർന്ന ചോരയോടൊപ്പം 2 പല്ലുകൾ കൂടി താഴെ വീണു. തലല്ലേ കർണ, എന്തു വേണേലും ഞാൻ ചെയ്യാം. മന്ത്രിക്ക് പറയാതിരിക്കാനായില്ല. ജില്ലാ ആസ്ഥാനത്ത് പാർട്ടി പരിപാടി, ടിബിയിൽ ഒളിച്ചു താമസം, പിന്നെ രാത്രി സ്ത്രീ പീഡനവും വെള്ളമടിയും. കൊള്ളാമടോ പഴയ വാറ്റുകാരൻ മന്ത്രി. മണിവേലു പരിഹസിച്ചു. തൻ്റെ ഈ സ്വഭാവവും തനിനിറവും നാട്ടുകാരെ കൂടെ ഒന്ന് കാണട്ടടോ. മണിവേലു അരുത്. മന്ത്രി തൊഴുതുപോയി. ഈ രംഗങ്ങളൊക്കെ കർണൻ്റെ ആളുകൾ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. കർണൻ അകത്തേക്ക് നോക്കി ആ പെൺകുട്ടിയെ വിളിച്ചു. ഇങ്ങോട്ട് ഇറങ്ങി വാടി. മടിയോടെയാണെങ്കിലും ഇറങ്ങി വരാതിരിക്കാനായില്ല അവൾക്ക്. എന്തിനാ നീ ഇവിടെ വന്നത്? ജാൻസി കണ്ണീരോടെ അവളുടെ കാര്യങ്ങൾ പറഞ്ഞു. കർണൻ്റെ കണ്ണുകൾ കത്തി, പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അടിക്കടി ഇവൻ്റെ കാരണത്ത്. ജോസിനെ വലിച്ചു മുന്നോട്ട് നീക്കി നിർത്തുന്നതിനിടയിൽ അവൻ ആജ്ഞാപിച്ചു. ജാൻസി ഒന്ന് മടിച്ചു. എടി, അടിക്കാൻ. അവൾ കൈ നിവർത്തി അവൻ്റെ കരണത്തൊന്ന് കൊടുത്തു. അടിയേറ്റ കരണത്ത് തടവിക്കൊണ്ട് അയാൾ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. അത് കണ്ട് മണിവേലു മുന്നറിയിപ്പ് കൊടുത്തു. പട്ടിയുടെ മോനെ, ഇനി ഈ പെണ്ണിനെ ആവശ്യമില്ലാതെ ഒന്ന് നോക്കുകയെങ്കിലും ചെയ്താലുണ്ടല്ലോ. അയാൾ ഒരു കാർഡ് എടുത്ത് അവൾക്ക് കൊടുത്തു. ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിച്ചാൽ മതി നീ. പിന്നെ ഇവൻ ജീവനോടെ കാണില്ല. നിനക്ക് തനിയെ വീട്ടിൽ പോകാനാകുമോ? കർണൻ ജാൻസിയെ നോക്കി. അവൾ തലകുലുക്കി. എങ്കിൽ പോയിക്കോ. നന്ദിയുണ്ട് സാർ. നിറക്കണ്ണുകളോടെ അവൾ മുന്നോട്ട് നീങ്ങുമ്പോൾ മണിവേലു പറഞ്ഞു. അവിടെ നിന്നേടി. അവൾ നിന്നു. അയാൾ കീശയിൽ നിന്നും 1000-ൻ്റെ 5 നോട്ടുകൾ എടുത്തു നീട്ടി. വർഷങ്ങൾ എത്ര വേഗത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആട്ടുകട്ടിലിൽ ചരിഞ്ഞു കിടന്ന് ഒരു ആപ്പിൾ കടിച്ചു തിന്നതിനിടയിൽ കർണൻ ചിന്തിക്കുകയായിരുന്നു. അയാളുടെ തൊട്ടരികിൽ കട്ടിലിൽ സുഗന്ധിയും ഉണ്ടായിരുന്നു. തലയിൽ പ്രായത്തിൻ്റെ വെള്ളിനൂലുകൾ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്ന സുഗന്ധി. എങ്കിലും ആ മുഖത്ത് ഇപ്പോഴും യൗവനം ബാക്കി നിൽക്കുന്നത് പോലെ തോന്നും. കാളി മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നാട്ടിൽ നിന്ന് പട്ടണത്തിലേക്ക് പോകുന്നതിന് ശേഷം ഒരിക്കൽ പോലും പിന്നീട് കാളിക്ക് ആ മലയോരത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. കർണൻ്റെ തലമുടി പഞ്ഞുപോലെ നരച്ചു കഴിഞ്ഞിരുന്നു. ദയ ചെയ്യുവാൻ സുഗന്ധി എപ്പോഴും നിർബന്ധിക്കും. പക്ഷേ കർണൻ അതിന് സമ്മതിച്ചില്ല. മണിവേലുവിൻ്റെ ശരീരത്തിലും വാർദ്ധക്യം കടന്നുകൂടിയിരുന്നു. പലവട്ടം വിവാഹകാര്യത്തെക്കുറിച്ച് കർണൻ പറഞ്ഞു. സമയമായില്ലെന്ന മറുപടിയായിരുന്നു അപ്പോഴൊക്കെയും മണിവേലുവിൻ്റേത്. അങ്ങനെ ഇക്കാലം അത്രയും കടന്നുപോയി. കർണൻ്റെയും സുഗന്ധിയുടെയും മകൻ ഇപ്പോൾ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുന്നു. അർജുൻ, അതാണ് അവൻ്റെ പേര്. പഠിക്കാൻ സമർത്ഥൻ. ഫുട്ബോൾ കളിയിലാണ് കമ്പം. ഇപ്പോൾ കോളേജ് ടീമിലുണ്ട്. പഴയ എക്സൈസ് മന്ത്രി രാജപ്പൻ ഇന്ന് മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ മലക്കം പറഞ്ഞും കുതികാൽ വച്ചും ഗ്രൂപ്പ് മാറിയൊക്കെയാണ് അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. കർണനോട് ഉള്ളിൽ പകയുണ്ടെങ്കിലും അയാൾ അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാറില്ല. കാരണം കർണൻ്റെ കയ്യിലിരിക്കുന്ന കാസറ്റ് തന്നെ. സൂര്യമൂർത്തിയും കരുണദാസും ഇപ്പോഴും തങ്ങളുടെ കളം വിട്ടിട്ടില്ല. വാർദ്ധക്യമൊന്നും കാര്യമാക്കാതെ ഇന്നും അവർ പൊരുത്തുന്നു. കുടിപ്പകയുടെ പുതിയ ചരിത്രങ്ങൾ രചിക്കുന്നു. പലപ്പോഴും കർണനുമായും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കർണൻ്റെയും മണിവേലുവിൻ്റെയും സാമ്രാജ്യം പടർന്നു പന്തലിച്ച് കിടക്കുന്നതിനാൽ അവരെ അങ്ങനെയൊന്നും നോവിക്കാനാവില്ലെന്ന് കരുണദാസിനും മൂർത്തിക്കും അറിയാം.
ഒരിക്കൽ താൻ അടക്കി വാണിരുന്ന പട്ടണം ഇപ്പോൾ കർണൻ്റെയും മറ്റും ആജ്ഞകൾ അപ്പാടെ അനുസരിക്കുന്നത് ഒട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല കരുണാദാസിന്. അതിനാൽ പറ്റിയ ഒരു അവസരം ഒത്തുവന്നാൽ അത് പ്രയോജനപ്പെടുത്താൻ കാത്തിരിക്കുകയാണ് കരുണാദാസ്. കർണൻ ആപ്പിൾ തിന്നു കഴിഞ്ഞപ്പോൾ സുഗന്ധി ഒരെണ്ണം കൂടി എടുത്ത് തുടച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു. മതി, അത് നീ തിന്നോ, അയാൾ പറഞ്ഞു. കർണേട്ടൻ തന്നെ തിന്നെ. ഇങ്ങനെയൊന്ന് ഇരിക്കാനും കഴിക്കാനും അവസരം കിട്ടുന്നത് തന്നെ വല്ലപ്പോഴുമല്ലേ, സുഗന്ധി ചിരിച്ചു. അയാൾ ആപ്പിൾ വാങ്ങി. പിന്നെ അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി ആപ്പിൾ വായിലേക്ക് വെച്ചു കൊടുത്തു. ഷോ, ഇത് മുതുപ്രായമോ ആരേലും കണ്ടാൽ? സുഗന്ധിക്ക് നാണം വന്നു. ആഹാ, അത്രയ്ക്കങ്ങ് പ്രായമായോടെ നമ്മൾക്ക്, അയാൾ തമാശയായി ഒരു കോപഭാവം നടിച്ചു. ഓ ഇല്ല, ഇപ്പോഴും കൊച്ചു ചെറുക്കനാണെന്ന് പറഞ്ഞിരുന്നോ, അവൾ ഭർത്താവിനെ കളിയാക്കി. അന്ന് ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ടാണ് കർണന് ഫ്ലാറ്റിൽ തന്നെ കഴിഞ്ഞത്. മണിവേലു കമ്പനി സംബന്ധമായ ചില കാര്യങ്ങൾക്കായി ബാംഗ്ലൂർ വരെ പോയിരിക്കുകയാണ്. അർജുൻ രാവിലെ കരാട്ടെ പ്രാക്ടീസിന് പോയിരിക്കുകയാണ്. ഇനി മടങ്ങിയെത്തുന്നത് മിക്കവാറും ഉച്ചയൂണിൻ്റെ സമയത്തായിരിക്കും. ഫോൺ ശബ്ദിച്ചു. സുഗന്ധി കട്ടിലിൽ നിന്ന് ഇറങ്ങി ടീപ്പോയിൽ നിന്ന് കോർഡ്ലെസ് ഫോൺ എടുത്തുകൊണ്ടുവന്ന് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. യെസ് കർണൻ, ഞാനാ മണിവേലു. ഞാൻ എങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ന് മടങ്ങി വരും? നാളെ. പോയ കാര്യം എല്ലാം ഓക്കെ. പക്ഷേ ഇവിടെ വെച്ച് എനിക്കൊരു വിവരം കിട്ടി. അതുകൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യമായി വിളിച്ചത്. എന്താ? കർണൻ്റെ ശബ്ദത്തിൽ ഉദ്വേഗം തുടിച്ചു. ചീഫ് മിനിസ്റ്റർ രാജപ്പന് നമ്മളോട് നേരിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തതിനാൽ DGP ഗോപിനാഥും കൂടി ചേർന്ന് പുതിയ എന്തോ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നുണ്ട്. സൂക്ഷിക്കണം. കർണൻ്റെ നെറ്റി ചുളിഞ്ഞു. ഓക്കെ, ഏതായാലും താൻ വേഗം അങ്ങ് മടങ്ങി വാ. ശരി. ഫോൺ തിരികെ സുഗന്ധിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ കർണൻ ചിന്താധീനനായിരുന്നു. സംഗതി സത്യമാകാനാണ് സാധ്യത. വർഷങ്ങൾക്ക് മുമ്പ് വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലിയതിനു ശേഷം ഗോപിനാഥ് ഇന്നുവരെ തങ്ങൾക്കെതിരെ വന്നിട്ടില്ല. ഇപ്പോൾ DGP ആയി കഴിഞ്ഞും ആ പക അയാൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടാവണം. ആർക്കും സംശയം തോന്നാതെ മുഖ്യനും DGPയും ചേർന്ന് പുതിയ ഒരാളെ തങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടാൽ മതിയല്ലോ. ആശയം കൊള്ളാം. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായാൽ? കർണൻ്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. എന്താ? ആ ഫോൺ വന്നതിന് ശേഷം പെട്ടെന്നൊരു ഭാവമാറ്റം. സുഗന്ധി അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഏയ്, കർണൻ വെറുതെ ചിരിക്കാൻ ശ്രമിച്ചു. കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് ടവൽ കൊണ്ട് ശരീരത്തിലെ വിയർപ്പ് തുടയ്ക്കുന്നതിനിടയിൽ അർജുൻ കസേരയിലിരുന്നു. ഒത്ത ആരോഗ്യമുള്ള ഒരു ബോളിവുഡ് നടൻ്റെ രൂപസാദൃശ്യം തോന്നിക്കുന്ന സുന്ദരനായിരുന്നു അർജുൻ. ചുരുണ്ട തലമുടിയും വജ്രത്തിൻ്റെ തിളക്കവുമുള്ള കണ്ണുകളും, കുട്ടിത്തം ഇനിയും വിട്ടുമാറുവാൻ മടിച്ചു നിൽക്കുന്ന മുഖം. ക്ലീൻ ഷേവ്. കഴുത്തിൽ ഒരു ചെറിയ ചെയിനുണ്ട്. അതിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ 2 ഇഞ്ച് നീളമുള്ള കത്തി തൂങ്ങിക്കിടക്കുന്നു. അർജുൻ്റെ കൂട്ടുകാരും വന്ന് അരികിലിരുന്നു. ഒരു ബിയർ കഴിച്ചാലോടാ? ഹോട്ടലിലോ ബാറിലോ പോയിട്ടാണെങ്കിൽ അതിന് ഞാനില്ല, അവൻ തീർത്തു പറഞ്ഞു. കൂട്ടുകാർ ചിരിച്ചു. നിന്റെ സ്ഥാനത്ത് ഞങ്ങൾ വല്ലവരും ആയിരിക്കണമായിരുന്നു. സ്വന്തമായിട്ട് എത്ര ബാറുകളുള്ളത്? കുടിച്ച് കുടിച്ച് ഇപ്പോഴൊരു പരുവമായേനെ. അതുകൊണ്ടല്ലേ ഞാനങ്ങനെ ബാറിൽ കയറാത്തതും ബിയർ ഒഴികെ മറ്റൊന്നും കുടിക്കാത്തതും. പറയുന്നതിനിടയിൽ അവൻ വേഷം മാറാൻ തുടങ്ങി. ശരി, സമ്മതിച്ചിരിക്കുന്നു. എങ്കിൽ നിനക്ക് ഞങ്ങളുടെ സന്തോഷത്തിനായി വേറെ ചിലത് ചെയ്യാം. അതെന്താ? അവൻ പാൻറ്റിൻ്റെ സിപ്പ് വലിച്ചിട്ടു. അതോ? കൂട്ടുകാർ പരസ്പരം ഒന്ന് നോക്കി. പിന്നെ പറഞ്ഞു. ഈ സൺഡേ മനോഹരമാക്കുവാൻ നീ ഞങ്ങൾക്കായി ഒരു കേസ് ബിയർ എടുത്തു തരുന്നു. അക്കാര്യത്തിലും നിന്നെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. പണം തന്നാൽ മതി. ഞങ്ങൾ ഏതെങ്കിലും ബാറിൻ്റെയോ റിസോർട്ടിൻ്റെയോ ഒരു മൂലയ്ക്ക് പോയിരുന്ന് ആ കൃത്യം നിർവഹിച്ചോളാം. മിടുക്കന്മാർ. അവൻ കണ്ണടിക്ക് മുന്നിൽ പോയി നിന്ന് തല ചീകുവാൻ തുടങ്ങി. കാശ് വേണമെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അത് മതിയായിരുന്നു. പക്ഷേ തരുന്ന നിനക്ക് നാണമില്ലേലും ചോദിക്കുന്ന ഞങ്ങൾ അങ്ങനെയാകാൻ പാടില്ലല്ലോ. അർജുൻ കീശയിൽ നിന്നും 500-ൻ്റെ 2 നോട്ടുകൾ എടുത്തു കൊടുത്തു. താങ്ക്സ് അളിയ. അപ്പോൾ വൈകിട്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റുമുട്ടാം. ഓക്കെ? സുഹൃത്തുക്കൾ പോയി. പിന്നെയും 10 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. വലത് കൈയുടെ ചൂണ്ടുവിരൽ കീച്ചയും കറക്കിക്കൊണ്ട് ബൈക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു. ഗേറ്റിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന ഒരു ടാറ്റോ സിയറയ്ക്ക് ഉള്ളിലിരുന്ന് ഉയർത്തി വെച്ചിരിക്കുന്ന ഗ്ലാസിനിടയിലൂടെ ചിലർ അവൻ്റെ വീഡിയോ ചിത്രം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ ബൈക്കിൽ കയറി. മിന്നൽ പോലെ അത് പാഞ്ഞുപോയി. സിയറയ്ക്കുള്ളിൽ ഇരുന്നവർ നോക്കുമ്പോഴേക്കും മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ ഒരു പരൽമീൻ പോലെ ചരിഞ്ഞും തിരിഞ്ഞും അത് മുന്നോട്ട് ഓളിയിട്ട് തിരക്കിൽ മറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി പോകാം, വീഡിയോ ക്യാമറ പിൻസീറ്റിൽ വെച്ചുകൊണ്ട് ഒരുവൻ ഡ്രൈവറോട് പറഞ്ഞു. സിയറെ സ്റ്റാർട്ട് ചെയ്ത് ഒരിടവഴിയിലൂടെ തിരിഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ അതൊരു കൂറ്റൻ ഫ്ലാറ്റിൻ്റെ ഗേറ്റിലെത്തി. വാച്ചർ അത് തുറന്നു കൊടുത്തു. സിയറ അകത്ത് കിടന്ന് പോർച്ചിൽ ബ്രേക്ക് ഇട്ടു. വീഡിയോ ക്യാമറയുമായി 2 പേർ ഇറങ്ങിയപ്പോഴേക്കും സിയറെ പാർക്കിംഗ് ഏരിയയിലേക്ക് നീങ്ങി. അതിൽ നിന്നിറങ്ങിയവർ ലിഫ്റ്റിൽ കയറി 10ാം നിലയിലേക്ക് പോയി. കോളിംഗ് ബെല്ലിൽ വിരലമർത്തും മുൻപ് തന്നെ വാതിൽ തുറക്കപ്പെട്ടു. കാരണം ക്ലോസ്ഡ് സർക്യൂട്ട് ടിവിയിലൂടെ അവർ വരുന്നത് അകത്തുനിന്ന് ആളുകൾ കണ്ടിരുന്നു. ഇരുവരും അകത്ത് കടന്നയുടനെ വാതിലടഞ്ഞു. അകത്ത് വിലപിടിച്ച സെറ്റിയിലിരുന്ന വൃദ്ധനായ മൊട്ടത്തലയൻ കാലുകൾ ഉയർത്തി ടീപ്പോയ്ക്ക് മുകളിൽ വച്ചിരിക്കുകയായിരുന്നു കരുണാദാസ്. സാർ. എത്തിയവർ തലകുനിച്ചു. കാസറ്റ് വിസിപ്പിലിട്, അയാൾ പരുപരുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ശരീരം പോലെയായിരുന്നില്ല അയാളുടെ ശബ്ദം. അയാൾക്ക് പിന്നിൽ
തോക്കേന്തി ജാഗ്രതയോടെ നിന്നിരുന്നവർ അവരുടെ ഓരോ ചലനവും വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ കാസറ്റ് VCPയിലിട്ടു. അനന്തരം പിന്നോട്ട് മാറി നിന്നു. TV-യിൽ ചിത്രങ്ങൾ തെളിഞ്ഞു തുടങ്ങി. കരാട്ടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അർജുൻ. ക്ലോസപ്പിൽ അവൻ്റെ രൂപം കണ്ടപ്പോൾ കരുണാദാസ് ചിരിച്ചു. പയ്യൻ കൊള്ളാമല്ലോ. ഇനി ഇവനാണ് നമ്മുടെ ടാർജറ്റ്. എപ്പോഴും ഇവൻ്റെ പിന്നാലെ നമ്മുടെ കണ്ണുകളുണ്ടായിരിക്കണം. സർ, തീർന്നില്ല. ഇനിയുള്ള കർണൻ്റെ ചലനങ്ങളിലും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. അർജുനെയും അവൻ്റെ അച്ഛൻ കർണനെയും നമ്മൾ ഒന്നിച്ചു തീർക്കും. അത് പറയുമ്പോൾ വൈരത്തിൻ്റെ തിളക്കമുണ്ടായിരുന്നു അയാളുടെ കണ്ണുകൾക്ക്. അംഗരക്ഷകനും വീഡിയോ കാസ്റ്റുമായി വന്നവരുമൊക്കെ കരുണാദാസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഒരു യുദ്ധം ജയിക്കാൻ പോകുന്ന പ്രതീതിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. ആരും കളിക്കാത്ത ഒരു കളി കർണനെതിരെ കളിക്കാൻ പോവുകയാണ് ഞാൻ. വളരെ സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കിൽ അതിൻ്റെ തിക്താനുഭവം ഞാൻ തന്നെ കുടിച്ചിറക്കേണ്ടി വരികയും ചെയ്യും. തങ്ങളുടെ യജമാനൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. കരുണാദാസിൻ്റെ കണ്ണുകളിൽ അപ്പോൾ ഒരു മുഖമുണ്ടായിരുന്നു. തൻ്റെ ഒരേയൊരു മകൾ ചെൽസയുടെ മുഖം. തീകൊണ്ടാണ് തല ചൊറിയുവാൻ പോകുന്നതെന്ന് നന്നായി അറിയാമായിരുന്നെങ്കിലും അയാൾക്കപ്പോൾ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങിയ അയാൾ ഫ്ലാറ്റ് അടച്ചുപൂട്ടാൻ അനുചരന്മാരോട് നിർദ്ദേശിച്ചു. അവർ അനുസരിച്ചു. തികച്ചും കോൺഫിഡൻഷ്യലായ ചില കാര്യങ്ങൾ ഉള്ളപ്പോൾ മാത്രമാണ് കരുണാദാസ് ഈ ഫ്ലാറ്റിലേക്ക് വരാറുള്ളത്. ലിഫ്റ്റ് വഴി താഴേക്കെത്തിയപ്പോൾ ഡ്രൈവർ കാറുമായി കാത്തുകിടക്കുകയായിരുന്നു. അയാളും അംഗരക്ഷകനും കയറിയപ്പോൾ ആ മേഴ്സിഡസ് ബെൻസ് റോഡിലേക്ക് ഒഴുകിയിറങ്ങി. തൻ്റെ മുറിയിൽ കട്ടിലിൽ കമിഴ്ന്നു കിടന്നുകൊണ്ട് TV-യിൽ ക്രിക്കറ്റ് കാണുകയായിരുന്നു ചെൽസ. 18കാരിയായ ഒരു സുന്ദരി പെണ്ണ്. കഷ്ടിച്ച് മുട്ടോളമെത്തുന്ന ഒരു ഫ്രോക്കായിരുന്നു അവളുടെ വേഷം. കൊഴുത്തുരുണ്ട മനോഹരമായ കാലുകളിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണ കൊലുസുകൾ. വശീകരണ ശക്തിയുള്ള കണ്ണുകളും ആകൃതിയൊത്ത ശരീരവും. ക്രിക്കറ്റിനിടയിൽ പരസ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ എണീറ്റു. അവളുടെ സ്വകാര്യ പോർട്ടബിൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ടിൻ ബിയർ എടുത്തുകൊണ്ടുവന്ന് കട്ടിലിരുന്നു. തലയണ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ബിയർ ടിൻ ഓപ്പൺ ചെയ്തു. അപ്പോഴേക്കും പരസ്യം തീർന്നു. ബിയർ കുടിച്ചുകൊണ്ട് അവൾ TV-യിലേക്ക് വീണ്ടും കണ്ണുകൾ ഉറപ്പിച്ചു. സമയം കടന്നുപോയി. ഒഴിഞ്ഞ ബിയർ ടിൻ അവൾ വേസ്റ്റ് ബോക്സിലിട്ടു. ഈ നേരത്താണ് കരുണാദാസ് കടന്നു വന്നത്. മോളെ, അവൾ തലയിളക്കി. ഒരടി നീളത്തിൽ വെട്ടി ഷാമ്പു പുരട്ടി മനോഹരമാക്കിയിരുന്ന തലമുടി ഒന്നുലഞ്ഞു. ഡാഡി, അവൾ എഴുന്നേൽക്കാതെ തന്നെ തിരക്കി. ഡാഡി ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. യെസ്, ഡാഡിക്ക് ഇന്നൊരു പുതിയ ഐഡിയ തോന്നിയ ദിവസമാണ്. ശത്രുവിനെ തകർക്കാൻ ഞാൻ സഹായിക്കണോ? അവൾ ചോദിച്ചു. വേണം. ചെൽസ വെറുതെ ചോദിച്ചതാണെങ്കിലും കരുണാദാസ് അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അവളുടെ നെറ്റി ചുളിഞ്ഞു. റിയലി? യെസ്. അയാൾ മകൾക്കരികിലിരുന്നു. എന്താ ഡാഡി എൻ്റെ ജോലി? പറയാം. അതിനു മുമ്പ് നീ VCPയിലേക്ക് ഈ കാസ്റ്റ് ഒന്നിട്ടെ. അയാൾ തൻ്റെ കയ്യിലിരുന്ന വീഡിയോ കാസ്റ്റ് അവളെ ഏൽപ്പിച്ചു. ഇപ്പോൾ തന്നെ വേണോ ഡാഡി? അതോ ക്രിക്കറ്റ് കഴിഞ്ഞിട്ട്? പോരാ, ഇപ്പോൾ തന്നെ വേണം. മനസ്സോടെ ചെൽസ റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു. പിന്നെ കാസറ്റ് VCPയിലിട്ട് TV ഓൺ ചെയ്തു. അതിൽ അർജുൻ്റെ ചിത്രങ്ങൾ തെളിഞ്ഞു. വിടർന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. ആരാ ഡാഡി ഇയാൾ? പറയാം. അയാൾ TV ഓഫാക്കി. ഇവനെ പ്രേമിക്കുന്നതായി അഭിനയിക്കുകയാണ് മോളുടെ ജോലി. നിന്റെ പിന്നാലെ അവൻ വരണം. നീ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യണം. ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ പോലും. ഓക്കെ, നിന്റെ കഴിവ് പോലിരിക്കും. ഇയാളിപ്പോൾ എവിടെയുണ്ട്? ഈ പട്ടണത്തിൽ തന്നെ. പേര് അർജുൻ. ഇയാൾ ആരാണെന്ന് ഇനിയും പറഞ്ഞില്ല. കർണൻ്റെ മകൻ. അവൻ്റെ ഒരേ ഒരു സ്വത്ത്. ചെൽസയ്ക്ക് വിശ്വസിക്കാനായില്ല. റാണി ഗ്രൂപ്പിൻ്റെ? അതുതന്നെ. ആ കർണനെ തകർക്കാൻ ഇതിലും നല്ലൊരു മാർഗം കാണുന്നില്ല ഞാൻ. മോൾ അത് സാധിച്ചു തരണം. ചെൽസയുടെ കണ്ണുകളിൽ 2 രത്നങ്ങൾ തിളങ്ങി. ചുണ്ടുകളിൽ വശ്യമായൊരു മന്ദഹാസം മിന്നി. തിരുവനന്തപുരം. അപ്പോൾ മുഖ്യമന്ത്രി രാജപ്പൻ്റെ വസതിയിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. DGP ഗോപിനാഥും അധോലോക നായകൻ സൂര്യമൂർത്തിയും. അവരുടെ ചർച്ചകളിലും നിറഞ്ഞു നിന്നിരുന്നത് കർണൻ തന്നെയായിരുന്നു. ഇനിയും അവനെ വച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല സാർ, DGP പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്യും മുമ്പ് അവനെ തകർത്ത് തരിപ്പണമാക്കണം. അതെൻ്റെ ഒരുപാട് കാലമായുള്ള ആഗ്രഹമാണ്. രാജപ്പൻ്റെ കണ്ണുകൾ കുറുകി. ആ കാസറ്റ് അവൻ്റെ കയ്യിലുണ്ടെന്ന് ഇതുവരെ അയാൾ അവരോട് പറഞ്ഞിട്ടില്ല. ഗോപിനാഥിനാണെങ്കിൽ താൻ DYSP ആയിരുന്ന കാലത്ത് കർണൻ തല്ലിയതിൻ്റെ വേദന കവളിൽ നിന്ന് പോയിട്ടില്ലെന്ന് തോന്നലാണ്. സൂര്യമൂർത്തിക്ക് ഒരിക്കൽ തൻ്റെ ടാങ്കർ ലോറിയുടെ ഡ്രൈവറും പിൽക്കാലത്ത് തൻ്റെ ഏറ്റവും വലിയ ശത്രുമായ കർണനെ തകർക്കാതെ മനസ്സമാധാനത്തിൽ ഒന്ന് ഉറങ്ങാനുമാവില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ് കൂടി എനിക്കായതിനാൽ കർണനെ കൊടുക്കുകയെന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. രാജപ്പൻ ചിന്തയോടെ തുടർന്നു. പക്ഷേ ഈ കേരള സംസ്ഥാനം തന്നെ വിലക്കെടുക്കാനുള്ള കഴിവ് ഇന്ന് അയാൾക്കുണ്ട്. എല്ലാ തലങ്ങളിലും അനുയായികളും. സർക്കാർ ഖജനാവിൽ പണമില്ലെങ്കിൽ കർണനോട് കടം വാങ്ങി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുമെന്ന അവസ്ഥ. പോരെങ്കിൽ എല്ലാ ഇലക്ഷനുകളിലും അയാൾ വാരിക്കോരി തരുന്നത് കോടികളാണ്. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യേണ്ടെന്നാണോ താൻ പറയുന്നത്? സൂര്യമൂർത്തി അക്ഷമയോടെ തിരക്കി. എന്നാര് പറഞ്ഞു? മുഴുവൻ പറഞ്ഞ് തീർത്ത മുതലാളി. സൂര്യമൂർത്തിയും ഗോപിനാഥും അയാളുടെ മുഖത്തു നിന്ന് കണ്ണുകളെടുത്തില്ല. രാജപ്പൻ പറഞ്ഞു.
നമ്മളാരും അവനെതിരെ ഇല്ലെന്ന് തോന്നിക്കുന്ന ഒരു കളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവനെതിരെ നമ്മൾ വിനിയോഗിക്കുന്ന ആളിന് നമ്മുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും താനും. ആരാണ് അങ്ങനെ ഒരാൾ? കണ്ടെത്തണം നമ്മൾ. ആ ജോലി അവർ മൂവരും കൂടി തന്നെ ഏറ്റെടുത്തു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ വീഞ്ഞപ്പെട്ടികൾ ടെമ്പോ വാനിലേക്ക് കയറ്റുമ്പോൾ രാവിലെ 11 മണി കഴിഞ്ഞിരുന്നു. വെള്ളടറയിലുള്ള ഒരു അനിലിൻ്റെ അഡ്രസ്സിലാണ് രാജസ്ഥാനിൽ നിന്നും ആ പാഴ്സലുകൾ വന്നത്. ഒരാഴ്ചയായി റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അവ. ഇന്നാണ് ഉടമസ്ഥൻ ഏറ്റുവാങ്ങിയത്. വാനിലേക്ക് ഡ്രൈവറെ കൂടാതെ 2 പേർ കൂടി കയറി. വാൻ റോഡിലേക്ക് ഇറങ്ങി. ആ നേരത്താണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ ആ അനോണിമസ് കോൾ വന്നത്. KL-1C നമ്പർ ടെമ്പോ വാനിൽ സ്മഗിൾഡ് ഗുഡ്സ് ആണ്. അതുമായി വാൻ വഴുതക്കാട് ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കമ്മീഷണർ അപ്പോൾ അവിടെയില്ലായിരുന്നു. DYSP ജോഷി ജോൺ പെട്ടെന്ന് കർമ്മനിരതനായി. ഫ്ലൈയിങ് സ്ക്വാഡിനും മറ്റും പെട്ടെന്ന് തന്നെ മെസ്സേജ് കൊടുത്തു. ടെമ്പോ വാൻ വഴുതക്കാട്ട് പിന്നിട്ട് അപ്പോഴേക്ക് ജഗതിയിലേക്ക് നീങ്ങിയിരുന്നു. ഇടപ്പഴിഞ്ഞ ഭാഗത്തേക്ക് തിരിയുന്ന റോഡിനടുത്തെത്തിയതും പെട്ടെന്ന് ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ജീപ്പ് വന്ന് കുറുകെ ബ്രേക്ക് ഇട്ടു. ജീപ്പിൽ തെല്ല് ഉരഞ്ഞാണ് ടെമ്പോ വാൻ നിന്നത്. അടുത്ത നിമിഷം ജോഷി ജോണും പോലീസുകാരും വന്ന ജീപ്പും വാനിന് പിന്നിൽ വന്നു നിന്നു. വാനിൽ ഇരുന്നവർ പരസ്പരം നോക്കി. ക്ഷണത്തിൽ പോലീസുകാർ വാൻ വളഞ്ഞു. ജോഷി ജോൺ ഡ്രൈവർക്കരികിലെത്തി. എന്താടാ വാനിൽ? റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന പാഴ്സലാണ് സാറേ. നീ എങ്ങോട്ടിറങ്ങി വാടാ? അയാൾ ഇറങ്ങി വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഗുണ്ടയാണെന്ന് തോന്നും. എന്ത് പാഴ്സലാടാ? അയാളെ അടിമുടി നോക്കിക്കൊണ്ട് ജോഷി സാർ തിരക്കി. അയാൾ പോക്കറ്റിൽ നിന്ന് രസീത് എടുത്തു കൊടുത്തു. ജോഷി ജോൺ വായിച്ചു നോക്കി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഡ്രൈവർ ഒരു റിവോൾവർ വലിച്ചെടുത്തതും ജോഷി ജോണിൻ്റെ നെഞ്ചിൽ കുത്തിയമർത്തിയതും ഒന്നിച്ചായിരുന്നു. അനങ്ങരുത്! ഞെട്ടിപ്പോയി അയാൾ. പോലീസുകാർ ജാഗരൂകരായി. ഒരു നിമിഷം കൊണ്ട് വിയർത്തുപോയി ജോഷി ജോൺ. പകൽ സമയത്ത് ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. പോലീസുകാർ ജോഷിയുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാരണം തങ്ങളുടെ ഓഫീസറുടെ ജീവനിപ്പോൾ ആ ടെമ്പോ വാൻ ഡ്രൈവറുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ് ഇരിക്കുന്നത്. ആ വിരലൊന്ന് അനങ്ങിയാൽ. ഡ്രൈവർ ക്രൂരമായൊരു ചിരിയോടെ പറഞ്ഞു. ആരും അനങ്ങരുത്. എത്ര പേരുടെ ജീവൻ കളയേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഈ വാൻ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചേ മതിയാവൂ. ഒപ്പം അയാൾ ജോഷി ജോണിൻ്റെ അരയിലെ തുകൽ ഉറയിൽ നിന്നും സർവീസ് റിവോൾവർ വലിച്ചെടുക്കുകയും ചെയ്തു. പറ നിങ്ങളുടെ പോലീസുകാരോട് മുന്നിൽ നിന്നും മാറാൻ, വാനിന് മുന്നിലെ ജീപ്പ് മാറ്റുവാൻ. അലറുകയായിരുന്നു ഡ്രൈവർ. റോഡ് ബ്ലോക്കാകുകയാണ്. അങ്ങനെ വന്നാൽ തങ്ങളും കുരുക്കിലാകുമെന്ന് ഡ്രൈവർക്കറിയാം. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. ജോഷി ജോണിൻ്റെ നെഞ്ചിൽ റിവോൾവറിൻ്റെ ബാരൽ ഒന്നുകൂടി അമർത്തപ്പെട്ടു. വേഗം വേണം. അയാൾ ഡ്രൈവറുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരു തരം നിർവികാര ഭാവം. എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ജോഷി ജോൺ തിരിച്ചറിഞ്ഞു. പിന്മാറുവാൻ അയാൾ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. വാനിന് മുന്നിൽ നിന്നും ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ ജീപ്പും മാറ്റി. തൽക്കാലം നിങ്ങൾ ഞങ്ങൾക്ക് വേണം സുരക്ഷയ്ക്ക്, ഡ്രൈവർ പറഞ്ഞു. മൂവ്. അയാൾ ജോഷി ജോണിനെ വാനിൻ്റെ മറുഭാഗത്തെത്തിച്ചു. അവിടുത്തെ ഡോർ തുറന്ന് ഒരാൾ പുറത്തിറങ്ങി. അപ്പോൾ ആ കയ്യിൽ ഒരു സ്റ്റേൺ ഗൺ ഉണ്ടായിരുന്നു. ജോഷി ജോൺ അകത്ത് കയറിയ ഉടനെ അവിടെയുണ്ടായിരുന്ന ആൾ തൻ്റെ പിസ്റ്റൾ മുനയിൽ അയാൾ ഇരുത്തി. സ്റ്റൺ ഗൺ കയ്യിൽ ഉണ്ടായിരുന്നയാൾ ചെന്ന് വാനിന് പിന്നിൽ കയറി. പിന്നിലൂടെ ഒരാക്രമണം ഉണ്ടായാൽ നേരിടാൻ. ഡ്രൈവർ തിരികെ വന്ന് സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. പോലീസുകാർ നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ ഒരു മുരൾച്ചയോടെ വാൻ മുന്നോട്ട് കുതിച്ചു. മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും കാൽനട യാത്രക്കാരും അമ്പരപ്പോടെ പോലീസുകാരെ നോക്കി. വയർലെസ്സിലൂടെ അപ്പോൾ വിവരങ്ങൾ തലസ്ഥാനത്തെ പോലീസ് അറിയുന്നുണ്ടായിരുന്നു. ശത്രുക്കൾ ജോഷി ജോണുമായി രക്ഷപ്പെടുന്നു എന്നറിഞ്ഞതും പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ കിടക്കുകയായിരുന്ന ഒരു വെളുത്ത മാരുതി ജിപ്സിയുടെ എൻജിൻ മുരണ്ടു. ഗിയർ തെന്നി നീങ്ങി. അവസരമായ വേഗത്തിൽ അത് മുന്നോട്ട് കുതിച്ചു. ജിപ്സിക്ക് മുകളിലുണ്ടായിരുന്ന സിഗ്നൽ ലൈറ്റ് അതിവേഗം മോളിക്കറങ്ങി. ടെമ്പോ വാൻ അപ്പോൾ പൂജപ്പുരയ്ക്കുള്ള കയറ്റം കയറുവാൻ തുടങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ജയിൽ റോഡിലൂടെ വന്ന ജിപ്സി അതിനു മുന്നിൽ വന്നു പെട്ടതും വന്യമായ ഭാവത്തിൽ ബ്രേക്ക് അലറി കറങ്ങിത്തിരിഞ്ഞ് റോഡിന് വിലങ്ങനെ നിന്നതും റോഡിലൂടെ വന്ന മറ്റു വാഹനങ്ങൾ വെട്ടിയൊഴിഞ്ഞു നിന്നു. വാനിൻ്റെ ഡ്രൈവർ അമ്പരപ്പോടെ ബ്രേക്ക് അമർത്തിയതും ജിപ്സിയിൽ നിന്ന് ഒരു ബുള്ളറ്റ് മൂളി പറന്നു വന്നു. ഡ്രൈവർക്ക് മുന്നിൽ വാനിൻ്റെ ഗ്ലാസ് ചിതറി. അത് ചിരന്തി വല പോലെയായി. അടുത്ത സെക്കൻഡിൽ ഒരു ബുള്ളറ്റ് കൂടി ചീറി വന്നു. ഡ്രൈവറുടെ ഹൃദയം പിളരുന്ന നിലവിളി ഉയർന്നു. എന്താണ് സംഭവിച്ചെന്ന് ജോഷി ജോൺ അമ്പരപ്പോടെ നോക്കുമ്പോൾ നെഞ്ചിൽ വെടിയേറ്റ ഡ്രൈവർ പുഴുവിനെ പോലെ പുളയെന്താണ് കണ്ടത്. ആക്സിലേറ്ററിൽ നിന്നും ക്ലച്ചിൽ നിന്നും അയാളുടെ കാൽ മാറി മുന്നോട്ടാഞ്ഞ വാനിൻ്റെ എൻജിൻ ഓഫായി. ആ സമയം ജോഷി ജോൺ പ്രവർത്തിച്ചു. തന്നെ തോക്കിൻമുനയിലിരുത്തിയ മനുഷ്യൻ പതറിയെന്നറിഞ്ഞതും അയാൾ വലത് കൈമുട്ടുകൊണ്ട് ശത്രുവിൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അയാൾ ഗിയർ ബോക്സിന് മുകളിലേക്ക് മറിഞ്ഞു. റിവോൾവർ കൈക്കലാക്കിയതിനു ശേഷം ജോഷി ജോൺ അയാളുടെ ഇടത് കൈ പിന്നിലേക്ക് പിടിച്ചു തിരിക്കുകയും തലയ്ക്ക് പിന്നിൽ റിവോൾവർ മുട്ടിക്കുകയും ചെയ്തു. ഇനി അനങ്ങിയാൽ നിന്റെ തലയോട് തണ്ണിമത്തം പോലെ ചിതറിപ്പോകും.
ഡ്രൈവറുടെ ചലനം നിലച്ചു കഴിഞ്ഞിരുന്നു. വാനിൻ്റെ പിന്നിൽ സ്റ്റെൻ ഗണ്ണായി ഇരുന്നവന് വീഞ്ഞപ്പെട്ടികൾ അടുക്കി വെച്ചിരുന്നത് കാരണം മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായി അറിയുന്നില്ല. എങ്കിലും ആണെന്നുറപ്പായി. ഡോർ തുറന്ന് അയാൾ പുറത്തേക്ക് ചാടി മുന്നിലേക്ക് കുതിച്ചു വന്നു. ആ ക്ഷണം ജിപ്സിയിൽ നിന്നും 2 ബുള്ളറ്റുകൾ കൂടി പറന്നെത്തി. തൻ്റെ തോളുകളിലും തീയുണ്ടകൾ തുളഞ്ഞിറങ്ങിയപ്പോൾ അയാൾ അലറി വിളിച്ചു, "ബാസ്റ്റാർഡ്!" ഒപ്പം കൈകളിൽ നിന്നും സ്റ്റൺ ഗൺ വഴുതി താഴേക്ക് വീഴുകയും ചെയ്തു. ഒരു നിമിഷത്തെ നിശബ്ദത. വാനിനു പിന്നാലെ അല്പം അകലം പാലിച്ചു വരികയായിരുന്നു പോലീസിൻ്റെയും ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെയും ജീപ്പുകൾ. മുന്നിൽ എന്താണുണ്ടായതെന്ന് അറിയാതെ അവരും തല്ലകലെ വാഹനങ്ങൾ നിർത്തി വാനിന് നേരെ ഉറ്റുനോക്കി. ഈ നേരത്തെ ജിപ്സിയിലെ ഡ്രൈവർ സീറ്റിനരികെ ഡോർ തുറന്ന് ഒരു കാക്കിധാരി റോഡിലേക്ക് ചാടി. കയ്യിൽ പുക പറക്കുന്ന റിവോൾവറുമായി ആ കാക്കിധാരി ജിപ്സിയെ വലം വെച്ച് ഉറച്ച കാലുകളുടെ വാനിന് നേരെ നീങ്ങി. ബഹളങ്ങൾക്കിടയിൽ അവിടെ വന്ന് ബ്രേക്കിട്ട വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരിൽ നിന്നും ആശ്വാസകരമായ ഒരു ശബ്ദമുയർന്നു. കാരണം അതൊരു സ്ത്രീയായിരുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ, റാണി മാഡം. ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെയും പോലീസിൻ്റെയും ജീപ്പുകളിൽ ഇരുന്നവർ ആവേശത്തോടെ പറഞ്ഞു. ഒപ്പം അവർ കുതിച്ചിറങ്ങി മുന്നോട്ട് ഓടിയെത്തി. റാണി IPS, സിറ്റി പോലീസ് കമ്മീഷണർ റാണി. അധോലോകക്കാരുടെ ഭാഷയിൽ കാക്കി അണിഞ്ഞ പെൺപുലി. വാനിന് മുന്നിലെത്തിയ അവൾ പെട്ടെന്ന് ഇരു കൈകളും ചേർത്ത് റിവോൾവർ മുന്നോട്ട് നീട്ടിപ്പിടിച്ചു. വാനിൽ നിന്നും ശത്രുവിൻ്റെ ഒരു ചലനത്തിനായി കാത്തുനിന്നു. ഇരുഭുജങ്ങളിലും വെടിയേറ്റിട്ടും കൈകൾ 2 വാഴ്ത്തറകൾ പോലെ തൂങ്ങിക്കിടന്നിട്ടും വായും പിളർന്നുകൊണ്ട് അവൾക്ക് നേരെ ചെന്നു. "എടി കഴിവർ മോളെ, നീ റാണി നിന്നെടുത്തു നിന്നും മേലേക്ക് ചാടി ഉയർന്നതും കാൽപ്പത്തി വീശി അടിച്ചതും ഒരുമിച്ചായിരുന്നു. അയാൾ തെറിച്ചു ചെന്ന് വാനിൽ ഇടിച്ചു വീണു. അവിടെ നിന്നും എണീറ്റില്ല. അയാൾ വായ തുറന്നപ്പോൾ ചോരയാണ് പുറത്തേക്ക് ഒഴുകിയത്. ഓടിയെത്തിയ പോലീസുകാർ പെട്ടെന്ന് അയാളെ കസ്റ്റഡിയിലെടുത്തു. അപ്പോഴേക്കും ജോഷി ജോൺ വാനിൽ ഇരുന്നവനെയും വലിച്ച് പുറത്തിറക്കി പോലീസുകാർക്കിടയിലേക്ക് തള്ളി. പിന്നെ റാണിക്ക് മുന്നിൽ അറ്റൻഷനായി. ആളുകൾ അത്ഭുതത്തോടെ റാണിയെ നോക്കുകയായിരുന്നു. കത്തുന്ന തീപ്പന്ത മാതിരി ഒരു പെണ്ണ്. എത്ര സുന്ദരിയാണിവൾ! ആജ്ഞാശക്തിയുള്ള വലിയ കണ്ണുകളും സ്വർണത്തിൻ്റെ നിറവും. ആകൃതിയൊത്ത ശരീരം. യൂണിഫോമിൽ അത് എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. "ജോഷി കമോൺ" പറഞ്ഞിട്ട് അവൾ വാനിന് പിന്നിലേക്ക് നീങ്ങി. അറസ്റ്റ് ചെയ്തവരെ പോലീസുകാർ ജീപ്പിൽ കയറ്റി കഴിഞ്ഞിരുന്നു. TV പത്ര റിപ്പോർട്ടർമാരൊക്കെ അപ്പോഴേക്കും വിവരമറിഞ്ഞ് പാഞ്ഞെത്തി. വാനിന് പിന്നിലെ ഡോർ തുറന്ന് അവർ അകത്തേക്ക് നോക്കി. പിന്നെ റാണിയുടെ നിർദ്ദേശാനുസരണം 2 പോലീസുകാർ അകത്ത് കയറി ഒരു വീഞ്ഞപ്പെട്ടി പുറത്തിറക്കി. "തുറക്ക്." പോലീസുകാർ അത് കുത്തിപ്പൊളിച്ചു. പെട്ടിക്കുള്ളിൽ നല്ല കരുതലോടെയുള്ള പാക്കിംഗ് ആയിരുന്നു. അത് തുറന്നു നോക്കിയ സകലരുടെയും നെറ്റിച്ചുളിഞ്ഞു. കറുത്ത ഒരു തരം വലിയ കവറുകൾ. റാണി അതിൽ ഒരെണ്ണം എടുത്ത് തിരിച്ചും മറിച്ചു നോക്കി. മയക്കുമരുന്നല്ല പിന്നെ. അവൾ ആ കവർ ജോഷി ജോണിൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ അതൽപ്പം കീറി കൈവെള്ളയിലേക്ക് കറുത്ത പൊടി വീഴ്ത്തി. ഗന്ധകത്തിൻ്റെ മണം അവർക്കൊക്കെ അനുഭവപ്പെട്ടു. "ആരും അടുത്തെങ്ങും തീ കത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൂ. ഇത് വെടിമരുന്നാണ്." പോലീസുകാർ പെട്ടെന്ന് അലർട്ടായി. ഇത്രയും സുരക്ഷിതമായ പാക്കറ്റ് ആയതിനാലാണ് താൻ വെടിവെച്ചപ്പോൾ തീ പിടിക്കാതിരുന്നതെന്ന് റാണി ഓർത്തു. "പെട്ടി വണ്ടിയിൽ കയറ്റ്, ക്വിക്ക്." അവൾ തിടുക്കത്തിൽ വെട്ടിത്തിരിഞ്ഞു. റോഡ് നിറയെ വാഹനങ്ങളായിരുന്നു. പെട്ടെന്ന് റാണി നടക്കുന്ന ഒരു കാഴ്ച കണ്ടു. "ജോഷി!" അവളുടെ ഒച്ച ചിലമ്പി. "ജോഷി!" റാണി IPSൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട് DYSP ജോഷി ജോൺ വെട്ടിത്തിരിഞ്ഞു. ആ കാഴ്ച അയാളെ അമ്പരപ്പിച്ചു കളഞ്ഞു. അവിടെ തിങ്ങി നിറഞ്ഞിരുന്ന വാഹനങ്ങൾക്ക് അപ്പുറത്തു നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തം വാനിനു നേരെ പറന്നു വരുന്നു. അതിവിടെ വീണാൽ, വാനിലെ വെടിമരുന്നിലേക്ക് തീ പടർന്നാൽ, ചുറ്റുപാടുമുള്ള വാഹനങ്ങളും ആളുകളും പിന്നെ ബാക്കി കാണില്ല. ആ നേരത്തെ നോക്കിയ ഒരാവേശത്തിന് വാനിൻ്റെ പിന്നാലെ ടയറിൽ ചവിട്ടി മിന്നൽ പോലെ മുകളിലേക്ക് ഉയർന്ന ജോഷി കാരിയറിൽ തൂങ്ങി ഞൊടിയിടയിൽ വാനിന് മുകളിലെത്തി. ആ നിമിഷത്തിലാണ് തീപ്പന്തം കണ്ടത്. കണ്ടു നിന്നവർക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഓടി മാറാൻ സമയമില്ല. എന്നാൽ ഒരു നിമിഷം കൊണ്ട് ജോഷി അത് പിടിച്ചു. അതേ നിമിഷം തന്നെ അകലേക്ക് വലിച്ചെറിഞ്ഞു. റോഡ് സൈഡിൽ നിന്നിരുന്ന ഒരു വൃക്ഷച്ചുവട്ടിലാണ് അത് ചെന്ന് വീണത്. സാഹസികമായ ഈ കൃത്യം TV റിപ്പോർട്ടർമാരുടെ ക്യാമറകൾ ഒപ്പിയെടുത്തു. റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് റാണി പന്തം വന്ന ഭാഗത്തേക്ക് ഓടി. വാഹനങ്ങൾക്കിടയിലൂടെ അപ്പുറം കടന്ന അവൾ ആ കാഴ്ച കണ്ടു. മിന്നൽ പോലെ റോഡിലൂടെ താഴേക്ക് ഓടുന്ന ഒരാൾ. "സ്റ്റോപ്പ്!" അവൾ ഗർജിച്ചു. പക്ഷേ അയാൾ നിന്നില്ല. റിവോൾവർ റേഞ്ചിനും അപ്പുറത്തായിരുന്നു അയാൾ. അതുകൊണ്ട് അവൾക്ക് നിറയൊഴിക്കാനും കഴിഞ്ഞില്ല. റോഡിലെ വാഹനക്കുരുക്കിൽ പ്രതിബന്ധവുമായി. പൊടുന്നനെ ഒരു യമഹ ബൈക്ക് ഏറ്റവും പിന്നിലെ വാഹനത്തിനരികിൽ നിന്ന് സ്റ്റാർട്ടായി. ആ മനുഷ്യൻ അതിൻ്റെ പിന്നിൽ കുതിച്ചു കയറി. വെടിയുണ്ട കണക്കെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ അത് പാഞ്ഞുപോയി. "ഷിറ്റ്!" റാണി രോഷ അണപ്പല്ലുകൾക്കിടയിൽ ഞെരിച്ചമർത്തി. ബൈക്ക് കണ്ണിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞിരുന്നു. റാണി തിരികെ വന്നു. വെടിമരുന്ന് നിറച്ച വാൻ ഒരു ഭാഗത്തേക്ക് ഒതുക്കിയിട്ടു. പോലീസുകാർ വാഹനഗതാഗതം നേരെയാക്കി. വെടിയേറ്റ മനുഷ്യനെ കനത്ത പോലീസ് ബന്ദോബസ്തിൽ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. രണ്ടാമനെയും വാനു കസ്റ്റഡിയിലെടുത്തു. മരിച്ചയാളുടെ FIR തയ്യാറാക്കാൻ വേണ്ടത് ചെയ്തിട്ട് റാണി
ജോഷി ജോണിനെയും കൂട്ടി മടങ്ങി. ലോക്കപ്പിൻ്റെ മൂലയിലേക്ക് ആ മനുഷ്യൻ തല്ലി അലച്ചു വീണു. സെല്ലിൻ്റെ വാതിലടഞ്ഞു. തറയിൽ നിന്നേറ്റ മുറിവേറ്റ വന്യമൃഗത്തെ പോലെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് മുരണ്ടു. വിടില്ല ഒന്നിനെയും. എല്ലാ പട്ടികളും കാതേൽ നുള്ളിക്കോ. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. ജോഷി ജോൺ കൈ ചുരുട്ടി ഒറ്റയടിയായിരുന്നു. അയാൾ പിന്നോട്ട് മലച്ചു. വെടിമരുന്ന് നിറച്ച വാൻ സുരക്ഷിതമായി ഒരിടത്തേക്ക് മാറ്റി. പിന്നെയും കുറച്ച് ജോലികൾ ബാക്കിയുണ്ടായിരുന്നു റാണി IPSന്. എത്രയും വേഗം ഈ എക്സ്പ്ലോസീവിൻ്റെ കാരിയർ ആരാണെന്നറിഞ്ഞില്ലെങ്കിൽ അതേറെ കുഴപ്പമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ശത്രുക്കൾ വമ്പുമാരാണെന്ന കാര്യത്തിൽ അവൾക്ക് തർക്കമില്ലായിരുന്നു. പലതും കണക്ക് കൂട്ടിക്കൊണ്ടാണ് അവൾ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കനത്ത സുരക്ഷ അവിടെ ഏർപ്പാടാക്കിയിരുന്നു. മാഡം, അവനെന്തിയെ? ജോഷി സെല്ലിലുണ്ട്, ഇറക്കിക്കൊണ്ടുവാ. റാണി തൊപ്പിയും കൈനും മേശപ്പുറത്ത് വെച്ചു. പുറത്ത് ബാക്കി വിവരങ്ങൾ അറിയുവാൻ പത്രക്കാരും TV-ക്കാരും കാത്തു നിൽക്കുകയാണ്. ജോഷി ജോൺ SIയെ നോക്കി. അയാൾ ചെന്ന് സെല്ല് തുറന്നതും ഭിത്തിക്ക് പുറത്തിരുന്ന് നിൽക്കുകയായിരുന്ന ആ മനുഷ്യൻ വെട്ടിത്തിരിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ പണം വിടർത്തി നിൽക്കുന്ന 2 കുഞ്ഞു സർപ്പങ്ങളെ SI കണ്ടു. ഇങ്ങോട്ടിറങ്ങി വാടാ. SIയുടെ ആജ്ഞ അയാൾ അവഗണിച്ചു. രോഷത്തോടെ അകത്തേക്ക് ചെന്ന SI അരവിന്ദാക്ഷൻ അയാളെ അടിച്ചു. പക്ഷേ മിന്നൽ പോലെ അടിത്തറഞ്ഞ അയാൾ കൈവീശി ഒറ്റയടിയായിരുന്നു. ഒരു ലോഹദണ്ഡ് വന്നിടിച്ചതുപോലെ അരവിന്ദാക്ഷൻ വേച്ചുപോയി. ജോഷി ജോൺ ഇത് കണ്ടു. പാഞ്ഞെത്തിയ ജോഷിയുടെ അടിയേറ്റ് ആ മനുഷ്യൻ ഭിത്തിയിലേക്ക് ചാഞ്ഞു. DYSPയുടെ മടക്കിയ കാൽമുട്ട് അയാളുടെ നട്ടലിൽ ഒരു പ്രഹരമേൽപ്പിച്ചു. അമ്മേ! അയാൾ പല്ലുകൾ ചേർത്തമർത്തി. നീ പോലീസുകാരെ തല്ലും അല്ലേടാ? ജോഷി ജോൺ അയാളുടെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു. ഏത് നായൻ്റെ മോനാണേലും എന്നെ തല്ലിയാൽ ഞാൻ തല്ലും, അയാൾ പറഞ്ഞു. എന്നാൽ എന്നെ ഒന്ന് തല്ലി നോക്കടാ. അയാളുടെ അടിവയറ്റിൽ ഒന്ന് കൊടുത്തുകൊണ്ടാണ് DYSP അത് പറഞ്ഞത്. അയാൾ വല്ലാതെ ഒന്ന് ഞരങ്ങി. ജോഷി ജോൺ അയാളെ റാണി IPSൻ്റെ കാർക്കിലേക്ക് വലിച്ചെറിഞ്ഞു. അയാൾ മുഖമുയർത്തി റാണിയെ ഒന്ന് നോക്കി. ഈ പട്ടണത്തിൽ നിന്നെ വച്ചക്കത്തിലടി ഞങ്ങളെ എതിർത്തവരാരും ഇന്ന് ജീവനോടില്ല, അറിയാമോ നിനക്ക്? റാണി കാലുയർത്തി. എണീക്കാൻ ഭാവിക്കുകയായിരുന്ന അയാളുടെ വാരിയലുകൾക്കിടയിൽ ഷൂസ് ഇടിച്ചു കയറി. അയാൾ വല്ലാതെ ഒന്ന് ഞരങ്ങി. റാണി അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. കാൽമുട്ടുകൊണ്ട് അടിവയറ്റിൽ ഒന്ന് കൊടുത്തപ്പോൾ അറിയാതെ വായി തുറന്നു പോയി അയാൾ. കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വന്നു. പോലീസുകാരുടെ മുന്നിൽ ഷോ കാണിച്ചാൽ രക്ഷപ്പെടാമെന്ന് ആരാടാ നിനക്ക് പറഞ്ഞത്? അദ്ദേഹം ചില സിനിമകളിലെ പോലെയാണ് ഞങ്ങളെന്ന് കരുതിയോ? അയാളുടെ മുഖത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് റാണി തുടർന്നു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം തന്നില്ലെങ്കിൽ പിന്നീട് നീ ജീവനോടെ കാണില്ല. എന്നുവെച്ച് നിന്നെ ചുമ്മാ കൊന്നുകളയില്ല. ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാൽ വരെ ഞാൻ പുറത്തു ചാടിക്കും. ഇഞ്ചിഞ്ചായി നിന്റെ ഓരോ അവയവവും തല്ലിയൊടിക്കും. പക്ഷേ അയാളുടെ മുഖത്ത് അപ്പോഴും കാര്യമായ ഭീതിയൊന്നും കണ്ടില്ല. അതോടെ താൻ വിചാരിക്കുന്നത്ര വേഗത്തിൽ അയാളിൽ നിന്നും ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് റാണിക്ക് ഉറപ്പായി. പറയടാ, എന്താ നിന്റെ പേര്? അയാൾ മിണ്ടിയില്ല. ആർക്കു വേണ്ടിയാണ് നീ ജോലി ചെയ്യുന്നത്? അതിനും ഉത്തരം കിട്ടിയില്ല. ഈ വാൻ എവിടേക്ക് കൊണ്ടുപോകുകയായിരുന്നു? അയാൾ തല കുനിച്ചു നിന്നു. ഇവനെ ചോദ്യം ചെയ്യാൻ ഈ സ്ഥലം പറ്റിയതല്ലെന്ന് റാണിക്ക് തോന്നി. ജോഷി, റാണി വിളിച്ചു. മാഡം. അയാൾ മുന്നോട്ട് വന്നു. ഇവനെ നമ്മുടെ കേന്ദ്രത്തിലേക്ക് മാറ്റിയേര്. മാഡം. പിന്നെയൊന്നും പറയാതെ റാണി കനത്ത കാൽ വൈപ്പിടുകളെ ഇറങ്ങിപ്പോയി. പുറത്തു കാത്തുനിന്നിരുന്ന മാധ്യമപ്രവർത്തകർ അവരെ വളഞ്ഞു. മാഡം, എന്തെങ്കിലും വിവരം പുറത്തു വന്നോ? നോ, പക്ഷെ താമസിയാതെ കിട്ടിയേക്കും. അപ്പോൾ കൃത്യമായി നിങ്ങളെ വിവരമറിയിക്കാം. എപ്പോഴും ഇങ്ങനെ പിന്നാലെ നടക്കണമെന്നില്ല. അവൾ ജിപ്സിയുടെ സ്റ്റിയറിംഗ് വീലിന് പിന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരൊച്ചയോടത് ഗേറ്റ് കടന്നുപോയി. ഈ സമയത്ത് സൂര്യമൂർത്തിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ഒരാൾ. വെടിമരുന്ന് നിറച്ച വാനിന് നേരെ പന്തം എറിഞ്ഞവൻ. സ്കൗണ്ടറൻ. ഒരു ജോലി കൃത്യമായി ചെയ്യാൻ കഴിയാതെ തോറ്റു മടങ്ങിയിട്ട് എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ നിനക്ക് നാണമില്ലട നായേ. മുതലാളി, അത് മിണ്ടരുത് നീ. എക്സ്ക്യൂസുകളൊന്നും എനിക്ക് കേൾക്കണ്ട, അയാൾ ശബ്ദമുയർത്തി വിളിച്ചു. ദാവീദ്. നിമിഷങ്ങൾക്കുള്ളിൽ ദാവീദ് മുന്നിലെത്തി. പ്രായമെങ്കിലും ഇന്നും സൂര്യമൂർത്തിയുടെ വിശ്വസ്തനായ ഗുണ്ട. ദാവീദ് ആജ്ഞ കാത്തുനിന്നു. നിന്റെ പിള്ളേർക്ക് ലക്ഷ്യം പിഴച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? അസ്വസ്ഥനായി അയാൾ ഒരു ചുരുട്ട് കത്തിച്ചു. എന്തു വേണമെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. പ്രായത്തിന് കീഴടങ്ങാൻ കഴിയാത്ത ഒന്ന് എനിക്ക് ഇപ്പോഴുമുണ്ട്, മനസ്സ്. എന്തു ചെയ്യണം ഞാൻ? അങ്ങനെ ചോദിക്കുമ്പോൾ ദാവീദിൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. സൂര്യമൂർത്തി ചുരുട്ട് ആഞ്ഞു വലിച്ചു. 2-3 കവിൾ പുക വിഴുങ്ങി. പിന്നെ ദാവീദിൻ്റെ നേരെ തിരിഞ്ഞു. ഇനി വരുന്ന രാത്രി അവസാനിക്കും മുമ്പ് എനിക്ക് 2 കാര്യങ്ങൾ നടന്നു കിട്ടണം. ഒന്ന്, മെഡിക്കൽ കോളേജിൽ കഴിയുന്ന ആൾ. രണ്ടാമത്, പോലീസ് കസ്റ്റഡിയിലുള്ളവൻ. പടയിൽ തോറ്റ പട്ടികളെ എനിക്ക് വേണ്ട. അതുകൊണ്ട് അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് ആ പോലീസുകാരി എന്തെങ്കിലും ചോർത്തി എടുക്കും മുമ്പ് അവർ 2 പേരുടെയും നാവുകൾ എന്നേക്കുമായി ചലിക്കാതാവണം. ശരി മുതലാളി. ദാവീദ് തിരിഞ്ഞു നടക്കാൻ ഭാവിച്ചു. നിൽക്ക്, മൂർത്തി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവനെ ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണവൾ. ശരി മുതലാളി. കാര്യം മനസ്സിലായതുപോലെ അയാൾ തലകുലുക്കി. കടന്നു പോടാ, മുന്നിൽ നിന്നിരുന്നവരുടെ മൂർത്തി ഗർജിച്ചു. അയാൾ തലകുനിച്ച് നടന്നു മാറി. ചീഫ് മിനിസ്റ്ററെയും DGPയെയും വിളിക്കണം.
മൂർത്തി മൊബൈൽ ഫോൺ കയ്യിലെടുത്തു. ആദ്യം ചീഫ് മിനിസ്റ്റർ രാജപ്പനെ തന്നെ കിട്ടി. അയാൾ കാര്യം പറഞ്ഞു. രാജപ്പൻ അല്പനേരം മറുപടി പറഞ്ഞില്ല. താൻ എന്താടാ ഒന്നും മിണ്ടാത്തത്? തൻ്റെ അണ്ണാക്കിനെന്താ? മൂർത്തിക്ക് ദേഷ്യം വന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു മുതലാളി, രാജപ്പൻ അറിയിച്ചു. നടന്നുപോയ സംഭവത്തിന് നല്ല വാർത്താ പ്രാധാന്യം കിട്ടും. അതുകൊണ്ട് കസ്റ്റഡിയിലായത് വിട്ടുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അഥവാ വിട്ടു തന്നാൽ അതോടെ ഈ മന്ത്രിസഭ വീഴും. പിന്നെ എന്ത് വേണമെന്നാ താൻ പറഞ്ഞു വരുന്നത്? പോലീസ് കസ്റ്റഡിയിലുള്ള 2 പേരും വായി തുറക്കരുത്. എന്നാലും അവൾ ആ കമ്മീഷണറുടെ കുപ്പായമിട്ട നായൻ്റെ മോള് അടങ്ങിയിരിക്കുമോ? അവളെ നേരെ ഞാൻ എറണാകുളത്തേക്ക് പാഴ്സൽ ചെയ്യും. നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യത്തിന് കർണനുമായി ഏറ്റുമുട്ടാൻ കർണൻ്റെ തായ്വേര് വരെ അവൾ പിഴുതെറിയും. തർക്കമില്ല. അതാ അവളുടെ സ്വഭാവം. നമ്മൾ ഇടപെട്ടാണ് അവളെ കർണനെതിരെ തിരിച്ചുവിട്ടതെന്ന് ആർക്കും സംശയം തോന്നുകയുമില്ല. അവൾ തീർന്നാലും കർണൻ തീർന്നാലും നമുക്ക് ലാഭമല്ലേയുള്ളൂ. സൂര്യമൂർത്തിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. ഓക്കെ, കസ്റ്റഡിയിലായവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അതിരിക്കട്ടെ, DGP ഗോപിനാഥിനെ ഞാൻ വിളിക്കണോ? വേണമെന്നില്ല, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ശരി. മൂർത്തി മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. മെഡിക്കൽ കോളേജും പരിസരവും ലൈറ്റുകളുടെ വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു. റാണി IPS വെടിവെച്ച ആ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത ബുള്ളറ്റുകൾ നീക്കം ചെയ്തിരുന്നു. പോലീസ് കാവലോടെ അയാളെ ഒരു മുറിയിലാക്കിയിരിക്കുകയാണ്. വാതിൽക്ക് 2 കസേരകളിലായാണ് പോലീസുകാർ ഇരിക്കുന്നത്. ഒരു ഡോക്ടർ നടന്നു വന്നു. പോലീസുകാരെ ശ്രദ്ധിക്കാതെ തന്നെ വാതിൽ തുറന്ന് അയാൾ അകത്ത് കയറി. അയാളുടെ പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് യാതൊരു സംശയവും തോന്നിയില്ല. വാതിലടഞ്ഞു. നേരിയ ഒരു മയക്കത്തിലായിരുന്നു ആ മനുഷ്യൻ. ഡോക്ടർ അയാളെ തട്ടി ഉണർത്തി. കണ്ണു തുറന്നു നോക്കിയ അയാൾ ഡോക്ടറോട് എന്തോ ചോദിക്കാൻ ഭാവിക്കുകയായിരുന്നു. പക്ഷേ ഡോക്ടറെ കുപ്പായം ധരിച്ച ദാവീദിനെ കണ്ടതും സർപ്പദംശനെ ഏറ്റതുപോലെ അയാൾ കിടുങ്ങിപ്പോയി. അയാൾ നിലവിളിക്കാൻ ഭാവിച്ചതും ദാവീദിൻ്റെ ഇടത് കൈപ്പടം ആ മുഖത്ത് ആഞ്ഞമർന്നു. ഒപ്പം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് വലിച്ചെടുത്ത ഒരു സിറിഞ്ചിൻ്റെ അടപ്പ് കടിച്ചൂരിയിട്ട് അത് അയാളുടെ ശരീരത്തിൽ കുത്തി അമർത്തുകയും ചെയ്തു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്ന് പോലീസുകാരോട് പറഞ്ഞു, ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. അയാൾ നിലവിളിക്കുകയോ മറ്റോ ചെയ്താൽ ഉടനെ വിവരം അറിയിക്കണം. ശരി ഡോക്ടർ, പോലീസുകാർ സമ്മതിച്ചു. ദാവീദ് നടന്നുപോയി. രഹസ്യത്താവളം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ പോലീസ് കുറ്റവാളികളെ അവിടേക്ക് കൊണ്ടുപോകാറുള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ താഴ്ന്ന റാങ്കുകാർക്കൊന്നും ഇത്തരം ഒരു താവളത്തെക്കുറിച്ച് അറിയില്ല. അവിടെ 5000 വാട്ട്സുള്ള ഒരു ബൾബിന് കീഴെ കസേരയിൽ ബന്ധിച്ച നിലയിൽ ഇരിക്കുകയായിരുന്നു ആ മനുഷ്യൻ. വാനിൽ നിന്നും കസ്റ്റഡിയിലെടുത്തവൻ. അയാളുടെ ഷർട്ട് അഴിച്ചു മാറ്റിയിരുന്നു. ഉരുക്ക് പോലെയുള്ള ശരീരം, അടിയേറ്റ് തിണർത്ത പാടുകൾ. ചുട്ടുപൊള്ളുന്നത് പോലെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് ചാരിട്ടൊഴുകുകയാണ്. തലയ്ക്ക് മീതെ താഴ്ത്തിയിട്ട ബൾബിൻ്റെ ചൂട് കാരണം തൻ്റെ തലമുടി കത്തിയെരിയുന്നുവെന്ന് പോലും അയാൾക്ക് തോന്നിപ്പോയി. കുറച്ചകലെ കസേരയിൽ കൗതുകത്തോടെ അയാളുടെ ഓരോ ഭാവവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു DYSP ജോഷി ജോൺ. ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് കാരണം അനുനിമിഷം അയാൾക്ക് ദാഹം ഏറുകയാണ്. അടിയേറ്റ് ചതഞ്ഞ ഭാഗത്തേക്ക് വിയർപ്പ് ഒഴുകിയിറങ്ങുമ്പോൾ മുള കരച്ച് തേച്ച പ്രതീതി. അയാൾ നാവ് നീട്ടി ചുണ്ട് നനച്ചു. നിമിഷങ്ങൾ അടർന്നു വീണു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ജോഷി ജോൺ എണീറ്റ് അറ്റൻഷനായി. റാണി IPS കടന്നു വന്നു. വന്നതായിരുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യനെ കാണില്ലായിരുന്നു. ആ വലിയ മുറിക്കുള്ളിൽ അയാൾ ഇരിക്കുന്നതിൻ്റെ 5-6 അടി വൃത്തത്തിൽ മാത്രമേ വെളിച്ചം കിട്ടിയിരുന്നുള്ളൂ. ബൾബ് താഴ്ത്തിയിട്ടിരിക്കുന്നത് കാരണം കസേരയിലിരുന്ന ജോഷി ജോണിനെ പോലും അയാൾക്ക് കാണാനാവുമായിരുന്നില്ല. വാതിൽ അടയുന്നതിൻ്റെയും ബൂട്ട്സിൻ്റെയും ശബ്ദം കേട്ടപ്പോൾ അയാൾ അലറി. എനിക്ക് ദാഹിക്കുന്നു, വെള്ളം കൊണ്ടുവാ. ഇരുളിൽ നിന്നുകൊണ്ട് റാണി അയാളെ ഒന്ന് നോക്കി. ഒരുപാട് കാലമായി വെള്ളം കിട്ടാതെ മരുഭൂമിക്ക് നടുവിൽ കഴിയുന്നവൻ്റെ ഭാവം. 2ാം ഘട്ട ചോദ്യം ചെയ്യലിനുള്ള സമയമായെന്ന് അവൾ മനസ്സിലാക്കി. തൊപ്പി ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ജോഷി ജോണിനെയും കൂട്ടി അവൾ മുന്നോട്ട് നീങ്ങി. അയാളുടെ തൊട്ടുമുന്നിൽ ചെന്ന് നിന്നു. രോഷത്തോടെ അയാൾ മുഖമുയർത്തി. മര്യാദയ്ക്ക് എനിക്ക് വെള്ളം കൊണ്ടുതാ കുടിക്കാൻ. തല എത്തുന്ന അകലത്തിലാണെങ്കിൽ അയാൾ തങ്ങളെ കടിച്ചു പറിക്കും എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. നിനക്ക് വെള്ളം മാത്രമല്ല, ആവശ്യമുള്ള മറ്റെന്തും തരാം. പക്ഷേ നീ ഞങ്ങളോട് സഹകരിക്കണം, റാണി പറഞ്ഞു. ഇനി ഞങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഏതായാലും നീ വ്യാമോഹിക്കേണ്ട. മാത്രമല്ല, ഇനി പുറത്ത് കിട്ടിയാൽ നിന്റെ യജമാനൻ ആരായാലും അയാൾ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. കാരണം ഹോസ്പിറ്റലിലായിരുന്ന നിന്റെ സുഹൃത്തിനെ അയാൾ തീർത്തു കഴിഞ്ഞു. ആ മനുഷ്യൻ മാത്രമല്ല, DYSP ജോഷി ജോണും ഞെട്ടിപ്പോയി. മാഡം, അമ്പരപ്പോടെ ജോഷി വിളിച്ചു. യെസ്, അല്പം മുമ്പ് കിട്ടിയ മെസ്സേജാണ്. അതുപോലെ ആ കൊലയാളികൾ ഇവരെയും തേടിയെത്തിയേക്കാം. പറയുന്നതിനിടയിൽ റാണി ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് കണ്ണയച്ചു. അവിടെ അതുവരെ കാണാതിരുന്ന ഒരു ഭാവം കണ്ടു. ഭീതിയോ അവിശ്വസനീയതയോ എന്തോ. പറഞ്ഞു വന്നവൻ്റെ ബാക്കിയായി റാണി തുടർന്നു. നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ഞാൻ നിന്നെ ആദ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയിൽ തന്നെ. വ്യക്തവും സത്യസന്ധവുമായ ഉത്തരം തന്നാൽ നിന്നെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിക്കാം. നിനക്ക് ആവശ്യമുള്ളത്ര വെള്ളവും തരാം. അയാൾ പ്രതികരിച്ചില്ല. പറയ്, നിന്റെ പേരെന്താ? പ്രതിമ കണക്കെ അയാൾ ഇരുന്നതേയുള്ളൂ.
റാണി ചോദ്യം ആവർത്തിച്ചു. അപ്പോഴും പഴയ ഭാവം തന്നെ. അവൾ അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് പിന്നോട്ട് മലർത്തി മുഖമടച്ച് കൈവീശി ഒറ്റയടിയായിരുന്നു. അയാളുടെ തുറന്ന വായിൽ ചോരയുടെ ചുവപ്പ്. ഹൂ! ഒറ്റ തുപ്പായിരുന്നു അയാൾ റാണിയുടെ മുഖത്തേക്ക്. ബാസ്റ്റാർഡ്! കോപത്തോടെ അവൾ കാലുയർത്തി ചവിട്ടി. കസേരയോടൊപ്പം അയാൾ പിന്നോട്ട് മലർന്നു. ജോഷി! ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ DYSP മുന്നോട്ട് കുതിച്ചു. അവിടെയിട്ട് അയാളെ ചവിട്ടി മെതിച്ചു. അയാളുടെ നിലവിളി ആ മുറിയുടെ ഭിത്തികൾ ഏറ്റുപിടിച്ചു. റാണി വാഷ് ബേസിനിൽ മുഖം കഴുകി വന്നു. ജോഷി ജോൺ അയാളെ കസേരയോടൊപ്പം വലിച്ചുയർത്തി നേരെ ഇരുത്തി. ചോദിക്കുന്നതിനൊക്കെ ഉത്തരം തരാമോടാ? കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ടാണ് റാണി ചോദിച്ചത്. തരാം. അയാളിൽ നിന്ന് അവ്യക്തമായൊരു ശബ്ദം പുറത്തു വന്നു. റാണി IPS തലതിരിച്ച് DYSP ജോഷി ജോണിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് അയാൾ പിന്നോട്ട് മാറി ഒരു ടേപ്പ് റെക്കോർഡർ എടുത്തുകൊണ്ട് വന്നു. ഒരു സ്റ്റൂൾ നീക്കിയിട്ടിട്ട് ടേപ്പ് റെക്കോർഡറിൽ അതിൽ ഓൺ ചെയ്തു വെച്ചു. ഇനി പറഞ്ഞടാ, എന്താ നിന്റെ പേര്? റാണി മുന്നിൽ അവശതയോടെ ഇരുന്ന ആ മനുഷ്യനെ നോക്കി. മുരുകൻ. അയാളുടെ ചുണ്ടുകൾ ചലിച്ചു. ആഹാ, ദൈവത്തിൻ്റെ പേരാണല്ലോ നിനക്ക്. ടെൽമി, ആർക്കു വേണ്ടിയാണ് നീ ആ വാനുമായി പോയത്? പൊടുന്നനെ അയാളുടെ മുഖം ഭീതി കൊണ്ട് വിളറി വെളുത്തു. ഇടിമുഴക്കം പോലെ സൂര്യമൂർത്തിയുടെ ശബ്ദം അയാളുടെ കാതുകളിൽ തങ്ങി നിന്നു. എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും പിടിക്കപ്പെട്ടാൽ ഓർക്കാതെ പോലും ആരുടെയും നാവിൻ തുമ്പിൽ എൻ്റെ പേര് വന്നുകൂടാ. അങ്ങനെ വന്നാൽ പിന്നീടൊരിക്കലും ആ നാവ് കാണില്ല. നാവ് മാത്രമല്ല, അതിരിക്കുന്ന തലയും. നിൻ്റെയൊന്നും കുടുംബത്തിൽ പോലും ഞാൻ ആരെയും ബാക്കി വയ്ക്കില്ല. പറയട വേഗം. ആരാണ് ഈ വെടിമരുന്ന് കളക്ട് ചെയ്യാൻ നിങ്ങൾ അയച്ചത്? അത് പറഞ്ഞാൽ അയാൾ എന്നെ. മുരുകൻ്റെ ശബ്ദം വിറച്ചിരുന്നു. പറഞ്ഞില്ലെങ്കിലും അയാൾ നിനക്ക് മാപ്പ് തരില്ല. അതുകൊണ്ട് ഉള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് മാപ്പ് സാക്ഷിയാകാൻ നോക്ക്. മുരുകൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചിരുന്നു. പിന്നെ എന്തോ തീരുമാനിച്ചുറച്ചതുപോലെ ആ പേര് പറയുവാനായി വായ തുറന്നു. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ആ മുറിയിലെ വാതിൽ തുറക്കപ്പെട്ടത്. റാണിയും ജോഷി ജോണും അങ്ങോട്ട് നോക്കി. ഇരുട്ട് കാരണം ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. പക്ഷേ മാലപ്പടക്കത്തിന് തീയിട്ടതുപോലെ തുടരെ വെടിവെച്ചുകളുയർന്നു. കടന്നലുകളെപ്പോലെ ബുള്ളറ്റുകൾ മൂളിപ്പറന്നു വന്നു. ജോഷി! വിളിച്ചതും റാണി തറയിലേക്ക് വീണുരുണ്ടു. ജോഷി ജോണും അപ്രകാരം ചെയ്തു. ഇരുവരും തറയിലൂടെ ഉരുണ്ട് ഇരുളിലേക്ക് മാറിക്കിടന്നു. അതിനിടെ തന്നെ ഇരുവരും റിവോൾവറുകൾ വലിച്ചെടുക്കുകയും വാതിലിന് നേർക്ക് നിറയൊഴിക്കുകയും ചെയ്തു. ശത്രുവിൻ്റെ കയ്യിൽ യന്ത്രത്തോക്കാണെന്ന് വ്യക്തം. അവിടെ കത്തി നിന്നിരുന്ന ബൾബ് ചിതറി തെറിച്ചു പോയി. കനത്ത ഇരുട്ട്. പെട്ടെന്ന് മുരുകൻ്റെ ഹൃദയം പിളരുന്ന നിലവിളി കേട്ടു. ആരോ ഓടിപ്പോകുന്നതിൻ്റെ ശബ്ദം. എന്നിട്ടും റാണിയും ജോഷി ജോണും തറയിൽ നിന്ന് എണീറ്റില്ല. മുരുകൻ്റെ നിലവിളി നിലച്ചു കഴിഞ്ഞിരുന്നു. അല്പനേരം കൂടി കാത്തു കിടന്നിട്ടും അപകടമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് കണ്ട് റാണി പതിയെ എണീറ്റു. കരുതലോടെ മുറിയുടെ മൂലയിലേക്ക് നീങ്ങി. ഭിത്തിയോട് ചേർന്ന് എണീറ്റിട്ട് വീണ്ടും കാതോർത്തു. യാതൊരു അനക്കവുമില്ല. കൈനീട്ടി അവൾ സ്വിച്ചിട്ടു. മുറിയിൽ അനേകം ബൾബുകൾ തുറന്നു. ശത്രു രക്ഷപ്പെട്ടിരിക്കുന്നു. തറയിൽ പറ്റിക്കിടന്ന ജോഷി ജോണും എണീറ്റു. ഇരുവരുടെയും കണ്ണുകൾ ഒരേ നേരത്താണ് മുരുകൻ്റെ നേരെ നീണ്ടു ചെന്നത്. നടുക്കത്തോടെ അവർ ആ കാഴ്ച കണ്ടു. കസേരയിൽ ഒടിഞ്ഞു മടങ്ങി മുന്നോട്ട് കുനിഞ്ഞു കിടക്കുന്ന മുരുകൻ. ചുവപ്പ് നിറമായിരുന്നു അപ്പോൾ അയാൾക്ക്. അയാളുടെ ശരീരത്തിൽ നിന്ന് മഴത്തുള്ളികൾ കണക്കെ രക്തം തറയിലേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. റാണിക്കും ജോഷിക്കും മിണ്ടാൻ കഴിഞ്ഞില്ല. അയാൾ എപ്പോഴേ മരിച്ചു കഴിഞ്ഞെന്ന് അവർക്ക് ബോധ്യമായി. പൊടുന്നനെ റാണി റിവോൾവറുമായി മുന്നോട്ട് കുതിച്ചു. തുറന്നു കിടന്ന വാതിൽ വഴി പുറത്തേക്ക്. ആ കേന്ദ്രത്തിൻ്റെ പ്രധാന വാതിൽക്കൽ മരിച്ചു കിടക്കുന്ന പോലീസുകാരെ അവൾ കണ്ടു. എങ്കിലും ഇവിടെ ഇങ്ങനെയൊന്നും നടന്ന് വിശ്വസിക്കാൻ അപ്പോഴും റാണിക്ക് കഴിഞ്ഞിരുന്നില്ല. പോലീസിൻ്റെ ഈ രഹസ്യ കേന്ദ്രത്തിൽ കൊലയാളികൾ കടന്നു വരണമെങ്കിൽ അത് അത്ര നിസ്സാര കാര്യമല്ല. ഏതോ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്തി കൊടുത്തതെന്ന കാര്യത്തിൽ റാണിക്ക് ഒരു സംശയവും തോന്നിയില്ല. കാക്കിയണിഞ്ഞ ഏത് രാക്ഷസനായിരിക്കും അതിന് തുനിഞ്ഞത്? അങ്ങനെ ഒരാളെ മുന്നിൽ കിട്ടിയാൽ ആ നിമിഷം വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവൾക്ക്. അറസ്റ്റിലായവരെ കൊല്ലുന്നത് കൊണ്ട് മാത്രം ശത്രുക്കൾക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് റാണിക്ക് നന്നായി അറിയാം. ശവശരീരങ്ങൾ പോലും ചിലപ്പോൾ തനിക്ക് കഥകൾ പറഞ്ഞു തന്നെന്നിരിക്കും. പോലീസ് റെക്കോർഡുകളിൽ മുരുകനെയും മറ്റും തിരിച്ചറിയാനുള്ള രേഖകൾ ഉണ്ടായിരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും കയ്യിൽ കിട്ടിയ ഇര പിടിഞ്ഞു തീർന്നതിൻ്റെ ദുഃഖത്തോടെ അവൾ മുരുകൻ്റെ മൃതശരീരത്തിന് അരികിലേക്ക് തിരിച്ചു നടന്നു. പിറ്റേന്ന് രാവിലെ 9 മണിക്ക് തന്നെ റാണി IPS ഓഫീസിലെത്തി. കൊല ചെയ്യപ്പെട്ട 2 കുറ്റവാളികളുടെയും മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. മനസ്സിൽ പലതും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടാണ് റാണി എത്തിയിരിക്കുന്നത്. ജിപ്സിയിൽ നിന്നിറങ്ങി കനത്ത കാലടികളുടെ റാണി അകത്തേക്ക് ചെന്നു. DYSP ജോഷി ജോൺ ചാടിയണേറ്റ് സല്യൂട്ട് ചെയ്തു. സാർ! അയാളുടെ മുഖം മ്ലാനമാണെന്ന് അവൾ അറിഞ്ഞു. തൻ്റെ ക്യാബിനിൽ ചെന്നയുടനെ അവൾ അയാളെ വിളിപ്പിച്ചു. ജോഷി ജോൺ കടന്നു ചെന്നു. യെസ് മാഡം. ആ ജോഷി, നമുക്ക് രാവിലെ തന്നെ മോർച്ചറിയിലേക്ക് പോകണം. ആ ഡെഡ് ബോഡികൾ വിശദമായി ഒന്നുകൂടി പരിശോധിക്കണം.
ജോഷിയുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരിയുണ്ടായി. മാഡം, അത് നമുക്ക് രണ്ടുപേർക്കും ട്രാൻസ്ഫറാണ് എറണാകുളത്തേക്ക്. ഓർഡർ ഫാക്സിൽ വന്നിട്ട് 5 മിനിറ്റ് പോലും ആയിട്ടില്ല. റാണി സ്തബ്ധയായി. വിശ്വസിക്കാൻ കഴിയാത്ത ഭാവത്തിൽ അവൾ ജോഷിയെ തുറച്ചു നോക്കി. അതാ, അയാൾ മേശപ്പുറത്തേക്ക് കൈ ചൂണ്ടി. ആ ഫയലിൽ കോപ്പിയുണ്ട് മാഡം. റാണി മേശപ്പുറത്തിരുന്ന ചുവന്ന പുറംചട്ടിയുള്ള ഫയൽ തുറന്നു. അതിൽ ഫാക്സിൽ എഴുതിയ ട്രാൻസ്ഫർ ഓർഡറിൻ്റെ കോപ്പിയുണ്ടായിരുന്നു. റാണിയുടെ കണ്ണുകൾ അതിലൂടെ അതിവേഗം സഞ്ചരിച്ചു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറായി തനിക്ക് സ്ഥലം മാറ്റം. അവിടുത്തെ കമ്മീഷണർക്ക് ഇവിടേക്കും. ഡിവൈഎസ്പി ജോഷി ജോണിനെ മാറ്റുന്നത് ലീവിൽ പോയ ഓഫീസറുടെ ഒഴിവിലേക്കാണ്. പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് കാരണം കഴിഞ്ഞ ദിവസത്തെ വെടിമരുന്ന് വേട്ടയും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. താൻ ഇവിടെ തുടർന്നാൽ അത് പലർക്കും ബുദ്ധിമുട്ടായി തീർന്നേക്കുമെന്ന് അവർ കരുതുന്നു. എന്നാലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കേസ് പിടിച്ചതിന് ഇങ്ങനെയൊരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ ആരാണ് അതിൻ്റെ കരിയർ എന്ന് പോലും അറിയാതെ സ്ഥലം മാറുക എന്നുള്ളത് അവൾക്ക് സഹിക്കാനേ കഴിയുമായിരുന്നില്ല. നിരാശയും കോപവും ആ മുഖത്ത് മാറി മാറി പ്രതിഫലിക്കുന്നത് ജോഷി ജോൺ കണ്ടു. പെട്ടെന്ന് ഫോൺ ശബ്ദിച്ചു. അതിലേക്ക് അല്പനേരം നോക്കിയിരുന്നതിന് ശേഷമാണ് അവൾ റിസീവർ എടുത്തത്. യെസ് കമ്മീഷണർ. റാണി കം ടു മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. അപ്പുറത്തുനിന്ന് DGP ഗോപിനാഥിൻ്റെ ശബ്ദം. സർ, ഞാൻ യെസ് നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാം ഇവിടെ വന്നിട്ട്. സർ. അവൾ ഫോൺ വെച്ചു. പിന്നെ ജോഷി ജോണിനെ നോക്കി. 12 മണിക്കൂറിനുള്ളിൽ ചാർജ് എടുക്കണമെന്നല്ലേ ഓർഡറിൽ? ജോഷി വീട്ടിലേക്ക് പോയി തയ്യാറെടുത്തോളൂ. സർ. അറ്റൻഷനായിട്ട് ജോഷി ഇറങ്ങിപ്പോയി. അസ്വസ്ഥതയോടെ റാണി കൈച്ചുരുട്ടി മേശയിലിടിച്ചു. പിന്നെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച് കൈഞ്ഞുമെടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. കാവിൽ നിന്ന പോലീസുകാർ അറ്റൻഷനായെങ്കിലും അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. മാരുതി ജിപ്സിയിലേക്ക് റാണി കുതിച്ചു കയറി. കീ തിരിഞ്ഞു. ജിപ്സി സ്റ്റാർട്ടായി. ഗിയർ തെന്നി നീങ്ങി. ഒരു മുരൾച്ചയോടെ ആ വാഹനം തിരക്കേറിയ നിരത്തിലേക്ക് ഇറങ്ങി ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. എന്തോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയായിരുന്നു റാണി IPSൻ്റെ ആ യാത്ര. റാണി IPS അകത്തേക്ക് കയറി സല്യൂട്ട് ചെയ്തു. ഫയലിലേക്ക് മുഖം കുഞ്ചിരിക്കുകയായിരുന്ന DGP ഗോപിനാഥ് തലയുയർത്തി കണ്ണട നേരെ വെച്ചു. ആ റാണി, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. അവളിരുന്നു. തൊപ്പിയെടുത്ത് മടിയിൽ വെച്ചു. പിന്നെ ചോദ്യഭാവത്തിൽ DGPയുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു ട്രാൻസ്ഫർ ഉണ്ടായതിൻ്റെ കാരണം നിനക്കും ജോഷി ജോണിനും അറിയില്ലായിരിക്കും. അറിയാം സാർ, അവൾ പെട്ടെന്ന് പറഞ്ഞു. കണ്ണടയ്ക്കുള്ളിൽ ഗോപിനാഥിൻ്റെ കണ്ണുകൾ കുറുകുന്നത് അവൾ കണ്ടു. വാട്ട്? യെസ് സാർ. അവൾ കസേരയിൽ മുന്നോട്ടാഞ്ഞിരുന്നു. ഇന്നലെ ഞാനും ജോഷി ജോണും കൂടി കേരളത്തിൽ തന്നെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ഒരു എക്സ്പ്ലോസീവ് വേട്ട നടത്തിയിരുന്നു. അക്കാര്യം സാറിനും അറിയാവുന്നതാണല്ലോ. TV-യിലും ഇന്നത്തെ പത്രങ്ങളിലുമൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഉണ്ട് താനും. പക്ഷേ നേരെ പുലരും മുമ്പ് കസ്റ്റഡിയിലെടുത്തവരെ ശത്രുക്കൾ ഇല്ലാതാക്കുകയും ചെയ്തു. ഈ രാജ്യത്തെ ഉന്നതരായ ചില പോലീസുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു താവളത്തിൽ വെച്ച് എൻ്റെ സാന്നിധ്യത്തിലാണ് ഒരാൾ വെടിയേറ്റ് മരിച്ചത്. അതുകൊണ്ട് യാതൊരു തരത്തിലും കുറ്റവാളികൾക്ക് കണ്ടെത്താനാവാത്ത ആ സ്ഥലം അവർ കണ്ടെത്തുകയും അവരുടെ ആളിനെ വകവരുത്തുകയും ചെയ്യണമെങ്കിൽ അത് വെറുതെ നടക്കില്ലെന്ന് എനിക്കറിയാം. വാട്ട് ഡു യു മീൻ? DGPയുടെ മുഖത്ത് കോപത്തിൻ്റെ കാർമേഘങ്ങൾ പരക്കുന്നത് കണ്ടെങ്കിലും അത് മനസ്സിലായതായി ഭാവിക്കാതെ ആണ് റാണി ബാക്കി പറഞ്ഞത്. ഐ മീൻ ഇറ്റ് സാർ. നമുക്കിടയിൽ തന്നെയുള്ള കാക്കിയണിഞ്ഞ ഏതോ തേർഡ് റേറ്റുകൾ അറിയിച്ചതുകൊണ്ടാണ് കൊലയാളിക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. അതിനർത്ഥം ഒന്നേയുള്ളൂ സാർ. അറസ്റ്റിലായവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് അടർന്നു വീഴുന്ന സത്യങ്ങൾ പലർക്കും അപ്രിയമായതായിരിക്കും. ഇന്ന് വെജിറ്റേറിയന്മാരായി ഈ തലസ്ഥാനത്ത് അറിയപ്പെടുന്ന പലരുടെയും മുഖമൂടികൾ പിച്ച് ചീന്തപ്പെട്ടേക്കും. റാണി, അസ്വസ്ഥതയോടെ DGP ഗോപിനാഥ് ശബ്ദമുയർത്തി. ക്ഷമിക്കണം സാർ, അത്തരക്കാരുടെ കൂട്ടത്തിൽ അങ്ങോട്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ. പക്ഷേ ആ സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ട്രാൻസ്ഫർ. നോ, ഒക്കെ നിൻ്റെ മിഥ്യാധാരണകൾ മാത്രമാണ് റാണി. കൊച്ചിയിൽ നിൻ്റെ സേവനം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ ട്രാൻസ്ഫർ. അവിടെ ഒരു നീരാളിപ്പിടുത്തത്തിലാണ് നഗരം. വൺ മിസ്റ്റർ കർണൻ, അണ്ടർവേൾഡ് കിങ്. അവനെ എന്നേക്കുമായി അവസാനിപ്പിക്കാതെ കൊച്ചി രക്ഷപ്പെടില്ല. നിനക്കേ അതിന് കഴിയുമെന്ന് എനിക്കറിയാം. നീ അത് സാധിക്കണം. കർണൻ്റെയും അവൻ്റെ പ്രധാന പങ്കാളി മണിവേലുവിൻ്റെയും ഒരു ഫോട്ടോ പോലും നമുക്ക് കയ്യിലില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ അവൻ്റെ ശമ്പളം പറ്റുന്ന എത്രയോ പേരുണ്ട്. ഇക്കാര്യം നേരിൽ പറയുന്നതിന് കൂടിയാണ് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. റാണിയുടെ ചുണ്ടിൽ ഒരു ചിരി മിന്നിപ്പൊലിഞ്ഞു. എങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ. ടെൽ മീ. എനിക്കൊരു 24 മണിക്കൂർ കൂടി ഇവിടെ നിൽക്കാൻ അവസരം തരണം. ആ എക്സ്പ്ലോസീവിൻ്റെ കരിയറെ അങ്ങേരെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു തരാൻ ഞാൻ. നോ നോ. ഗോപിനാഥിൻ്റെ മറുപടി വളരെ പെട്ടെന്നായിരുന്നു. ഇനി അക്കാര്യമൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അവൻ ആരായാലും ഞാൻ അകത്താക്കും. ബട്ട് കൊച്ചിയുടെ കാര്യം അങ്ങനെയല്ല. റാണി ഇന്ന് തന്നെ അങ്ങെത്തിയേ പറ്റൂ. സാർ, ഞാൻ ക്ലോസ് ദ ടോപ്പിക്. നൗ യു ക്യാൻ ഗോ. സാർ. റാണി എണീറ്റു. തൊപ്പി വെച്ചു. മേലുദ്യോഗസ്ഥന് മുന്നിൽ ഒരിക്കൽ കൂടി അറ്റൻഷനായി. പിന്നെ 2 അടി തിരിഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് എന്ന വണ്ണം പറഞ്ഞു.
ഞാൻ ഇവിടെ നിന്ന് പോകുന്നതുകൊണ്ട് സൂര്യമൂർത്തി രക്ഷപ്പെടില്ല സാർ. ജീവൻ ത്യജിക്കേണ്ടി വന്ന പോലീസുകാർക്ക് വേണ്ടി ഒരിക്കൽ അയാളെ കൊണ്ട് കണക്ക് പറയിക്കും ഞാൻ. DGP സ്തബ്ധനായി. അയാളുടെ പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ കനത്ത ചൂടുകളോടെ അവൾ ഇറങ്ങിപ്പോയി. ആ പോക്ക് നോക്കി അല്പനേരം ഇരുന്നു പോയി ഗോപിനാഥ്. കസ്റ്റഡിയിലെടുത്ത വെടിമരുന്നിനേക്കാൾ അപകടകാരി അവളാണെന്ന് അയാൾക്ക് തോന്നി. ക്വാർട്ടേഴ്സിന് മുന്നിൽ വല്ലാത്തൊരു ശബ്ദത്തോടെ ജിപ്സി ബ്രേക്കിട്ട് നിന്നു. അടുക്കളയിലായിരുന്ന സീത തലയുയർത്തി കയ്യിലിരുന്ന പാത്രം സിങ്കിലേക്ക് വെച്ചിട്ട് അവർ പൈപ്പ് തുറന്നു വിട്ടു. പിന്നെ സാരിത്തുമ്പിൽ കൈ തുളിച്ചുകൊണ്ട് പിന്തിരിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെൽ നിർത്താതെ ശബ്ദിച്ചു. സീത നെറ്റി ചുളിച്ചു. പുറത്തു വന്നിരിക്കുന്നത് റാണിമോളാണെന്നും അവൾ അസ്വസ്ഥയാണെന്നും അമ്മ അറിഞ്ഞു. അവർ വേഗം സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. സീതയുടെ തലമുടി മുക്കാലും നരച്ചിരുന്നു. മുഖത്ത് വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ. അവർ വാതിൽ തുറന്നു. പുറത്ത് കെയിനിൽ തെരി പിടിച്ചുകൊണ്ട് റാണി. വാതിൽ തുറക്കാൻ എന്താ എത്ര താമസം? അവൾ സീതയെ തുറച്ചു നോക്കി. അമ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ബെല്ല് കേൾക്കുമ്പോൾ ഓടി വന്ന് തുറക്കാൻ ഞാൻ നിൻ്റെ വേലക്കാരിയൊന്നുമല്ലല്ലോ, അമ്മയല്ലേ. തമാശ കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ എന്ന് പിറുപിറുത്തുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. അതെനിക്ക് മനസ്സിലായി. ആട്ടെ, എന്താ കാര്യം? ഞാൻ അടുക്കളയിലായിരുന്നു. സീത പിന്നാലെ വന്നു. ഉള്ളതൊക്കെ കെട്ടിപ്പെറുക്കിക്കോ, നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. എങ്ങോട്ട്? സീതയെ നെറ്റിച്ചുളിഞ്ഞു. കൊച്ചിക്ക്. ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊരു മാറ്റം എന്താ മോളെ? സീതയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മുകളിലിരിക്കുന്ന തമ്പുരാക്കന്മാർക്ക് എൻ്റെ രീതികൾ സൂഹിക്കുന്നില്ലായിരിക്കും. അവർ പോകാൻ പറഞ്ഞാൽ പോയാലേ പറ്റൂ. ജോലി അങ്ങനെയുള്ളതായി പോയില്ലേ. അവൾ തൊപ്പിയും കെയിനും ടീപ്പോയിലേക്ക് ഇട്ടു. ഇനി ചോദ്യങ്ങൾ കൊണ്ട് അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി സീത അടുക്കളയിലേക്ക് നടക്കുമ്പോൾ റാണിയുടെ ശബ്ദം പിന്തുടർന്നെത്തി. അമ്മയെ വേഗം വേണം. അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോളൂ, ബാക്കിയൊക്കെ പിന്നീട് കൊണ്ടുപോകാം. സീത ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ആരോടൊക്കെയോ ഉള്ള ദേഷ്യം ഉള്ളിൽ കടിച്ചമർത്തി റാണി സെറ്റിയിലേക്ക് അമർന്നു. കൊച്ചിയിൽ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ വരുന്നു. വാർത്ത അപ്പോൾ തന്നെ കർണൻ്റെ കാതുകളിലെത്തി. അവൻ മണിവേലുവിനെ നോക്കി. ഓഫീസ് മുറിയിലായിരുന്നു അപ്പോൾ ഇരുവരും. റാണി IPS, അതാണ് അവളുടെ പേര്. പെൺപുലി എന്നാണ് അറിയപ്പെടുന്നത്. മൂർത്തിയുടെ നിലനിൽപ്പിന് അവൾ ഭീഷണിയാകും എന്ന് തോന്നിയത് കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ട്രാൻസ്ഫർ. എന്നാലും നമ്മൾ വരികൾക്കിടയിൽ അർത്ഥം കണ്ടെത്തണം കർണ. രാജപ്പൻ മുഖ്യമന്ത്രിയും ഗോപിനാഥ് DGPയും ആയിരിക്കുന്ന നിലയ്ക്ക് ഇങ്ങോട്ട് തന്നെ അവളെ അയക്കുന്നതിന് പിന്നിൽ വേറെയും ഉദ്ദേശങ്ങളുണ്ടാവും, മണിവേലു പറഞ്ഞു. അക്കാര്യത്തിൽ സംശയമേ വേണ്ട. അവളെ നമുക്കെതിരെ തിരിച്ചുവിടാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. അപ്പോൾ നേരിട്ടൊന്നും ചെയ്തെന്ന് വരികയുമില്ല. അങ്ങനെയെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ അവൾക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? മണിവേലു ആവേശത്തിലായി. പാടില്ല. ഇങ്ങോട്ട് കയറി മുട്ടാതെ ഇന്ന് വരെ നമ്മൾ അങ്ങോട്ട് മുട്ടിയിട്ടില്ല, അതും ഒരു പെങ്കൊച്ചിനോട്. അവൾ വരട്ടെ, കൊച്ചിയൊന്ന് ഭരിച്ച് നേരെയാക്കട്ടെ. അതൃപ്തിയോടെയാണെങ്കിലും മണിവേലു കർണൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. ഈ നേരത്ത് മറ്റൊരിടത്തും റാണി IPSനെ കുറിച്ചായിരുന്നു ചർച്ച. കരുണാദാസിൻ്റെ താവളത്തിൽ. അവളെ കർണനെതിരെയാണ് ഗോപിനാഥും മറ്റും തിരിച്ചുവിട്ടിരിക്കുന്നതെങ്കിലും അത് നമ്മളെയും ബാധിക്കും. കരുണാദാസ് തൻ്റെ അംഗരക്ഷകൻ തിമ്മയ്യനോട് പറഞ്ഞു. മേലും കീഴും നോക്കാത്തവളാണ് അവളെന്നാണ് കേട്ടിരിക്കുന്നത്. ആ നിലയ്ക്ക് നമുക്കും പണിയുണ്ടാക്കും. അതിനൊരു വേലയുണ്ട് സാറേ. തിമ്മയ്യൻ മുഖം ഉയർത്തി. എന്താ? അവളുടെ മുഖ്യ എതിരാളി കർണനാകുന്ന നിലയ്ക്ക് വരും വഴിക്ക് തന്നെ നമ്മൾ ചെറിയൊരു മരുന്ന് കൊടുത്താൽ അത് കർണൻ ചെയ്തതാന്നേ അവൾ കരുതുകയുള്ളൂ. അവർ തമ്മിൽ ഏറ്റുമുട്ടാൻ ഒരു വഴിമരുന്ന്. അത്ര തന്നെ. നമുക്ക് ചുമ്മാ കണ്ടോട് നിൽക്കാം. കരുണാദാസിൻ്റെ മുഖം തെളിഞ്ഞു. തിമ്മയ്യൻ്റെ അഭിപ്രായം കൊള്ളാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കരുണാദാസ് തലയാട്ടി. നാഷണൽ ഹൈവേയിലൂടെ കുതിച്ചു പായുകയായിരുന്നു ആ വെളുത്ത മാരുതി ജിപ്സി. ഡ്രൈവിംഗ് സീറ്റിൽ അപ്പോൾ DYSP ജോഷി ജോൺ ആയിരുന്നു. കൊല്ലത്ത് വന്നപ്പോഴാണ് ജീപ്പിൻ്റെ നിയന്ത്രണം അയാൾ ഏറ്റെടുത്തത്. ജിപ്സി ചേർത്തലയിലെത്തി. ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വലിയ ഹോട്ടലുകളേക്കാൾ ഭക്ഷണത്തിന് രുചി ചെറിയ ഹോട്ടലുകളിലാണെന്ന് റാണിക്കറിയാം. പോരെങ്കിൽ സിവിൽ ഡ്രസ്സിലായതിനാൽ തങ്ങളെ ആരും തിരിച്ചറിയുകയുമില്ല. കഥ തുടരും.